ഐ ക്യാൻ അക്കാദമിയുടെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LCM HCF എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യണേ. അത് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നതാണ് LCM. അപ്പോൾ ഫൈൻഡ് ദി LCM ഓഫ് 8, 12 ആൻഡ് 50. 8-ന്റെയും 12-ന്റെയും 15-ന്റെയും LCM കാണാൻ പറഞ്ഞ നമ്മൾ സാധാരണ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? ഈ മൂന്ന് നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ഈ മൂന്ന് നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണ ഏറ്റവും ചെറിയ നമ്പറാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടി വരിക LCM എന്ന് പറയുമ്പോൾ. ഈ മൂന്ന് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ, അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഈ മൂന്ന് നമ്പറിന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് നമുക്കിതിൽ LCM എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക 2-3 അപ്രോച്ചുകളുണ്ട്. ഒന്നാമത്തെ അപ്രോച്ച് നിങ്ങൾ സാധാരണ കോമൺലി ചെയ്യാറുള്ളത് 8, 12, 15 എഴുതും. ഇതിൽ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിലെങ്കിലും കോമൺ ആയിട്ട് പോണ നമ്പർ ഉണ്ടെങ്കിൽ അത് എടുത്ത് എഴുതാം. പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. ആദ്യം 12-ലും 15-ലും 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്കറിയാം. 8, 12-ല് 3 4 പ്രാവശ്യം, 15-ല് 5 പ്രാവശ്യം. പിന്നെ 8-ലും 4-ലും 2 പോവും. 2 പോകുമ്പോൾ 4, 2, 5. 2-ലും 4-ലും 2 പോവും. 2, 1, 5. പിന്നെ വേണമെങ്കിൽ ഇനി ചെയ്ത് സമയം കളയാം. നമുക്ക് അങ്ങനെ സമയം കളഞ്ഞിട്ട് ഉപകാരമില്ല. ഒന്നാക്കണ വരെ അത് ഫോളോ ചെയ്യണമെന്നാണ് ശരിക്കും പ്രൊസീജിയർ. പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി, ഇനി നമുക്ക് കോമൺ ആയിട്ട് പോകണമെന്നും ഇല്ലെങ്കിൽ അവിടെ നിർത്താം. ഇതിന്റെ LCM ഫൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു എത്ര 2 ഉണ്ട്? 1, 2, 3 ഇങ്ങനെയാണ് എടുക്കേണ്ടി വരിക. ഇതൊക്കെ കൂടി ഗുണിക്കേണ്ടി വരും. അപ്പൊ 3 ഇൻറ്റു 3 2 ഉണ്ട്. അതിൽ ഞാൻ 2 2 എടുത്തു. 2 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 5 10 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 12 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 130 ആണ് അതിന്റെ എന്ത് വരിക? LCM വരിക. 8, 12, 15-ന്റെ LCM എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120. ഇത് എല്ലാം കൂടി ഗുണിക്കുകയാണ് ചെയ്തേട്ടാ, ഫാക്ടറൈസ് ചെയ്തിട്ട് അത് ഗുണിച്ചു എഴുതി. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് LCM കാണാറുണ്ട്. അപ്പൊ അതിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ കാണാറുണ്ട്. അപ്പൊ അറിയണം, ആ അപ്രോച്ച് അറിയണം. അപ്പൊ ആദ്യമുള്ള ടൈം 8 ആയിരുന്നില്ലേ? 8-ന് നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ ടൈമിൽ എങ്ങനെ എഴുതാം? 2 ക്യൂബ് എന്ന് എഴുതാം. അടുത്ത ടൈം 12 ആയിരുന്നു. 12 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ആണ്. 4 പ്രൈം നമ്പർ അല്ല. അപ്പൊ ഒന്നുകൂടി 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. 15-ന് 3 ഇൻറ്റു 5 ആണ്. രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇതിന്റെ LCM ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിൽ കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ആ നമ്പർ ആദ്യം എടുത്ത് എഴുതുക. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് 2 കോമൺ ആയിട്ട് 2 എടുക്കുന്നുണ്ട്. 2 കോമൺ ആയിട്ട് 3 എടുക്കുന്നുണ്ട്. കോമൺ ആയിട്ട് 2 ഉണ്ടെങ്കിൽ അതിന്റെ ഹയസ്റ്റ് പവർ വേണം എടുത്ത് എഴുതാൻ. 2-ന്റെ ഹയസ്റ്റ് പവർ ഏതാ? 2-ന്റെ ക്യൂബ് ആണ്. 2-ന്റെ സ്ക്വയറിനെങ്കിലും വലുത്. അപ്പൊ 2 ക്യൂബ് ഇൻറ്റു 3 ഇതിൽ 2-ലും ഉണ്ട്. പക്ഷെ ഇപ്പൊ 2-ന്റെ പവർ സെയിം തന്നെയാണ്, 3 തന്നെയുള്ളൂ. പവർ 1 ആണ്. പവർ 1 ആകുമ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടാ. പിന്നെ ഇതില് 5 ആണ് ഉള്ളത്. 5 കൂടി എടുത്ത് എഴുതി. ഗുണിച്ചു കഴിഞ്ഞ് നമുക്ക് അതിന്റെ എന്ത് കിട്ടി? LCM കിട്ടി. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8-ന്റെ 3 24 ഇൻറ്റു 5 നമുക്ക് എത്ര തന്നെ കിട്ടി? 120 LCM കിട്ടി. അപ്പൊ ഇതാണ് LCM കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ അപ്രോച്ച്. ഒന്നാമത്തെ അപ്രോച്ച് പറഞ്ഞു നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്ന അപ്രോച്ച് ആണ്. രണ്ടാമത്തെ പ്രൈം ഫാക്ടർ ചെയ്തിട്ട് ഉള്ള അപ്രോച്ച്. ആദ്യത്തെ ഡിവിഷൻ മെത്തേഡ് എന്നൊക്കെ പറയാം അതിന്. പിന്നെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇത് രണ്ടുമാണ് സാധാരണ നമുക്ക് LCM ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 അപ്രോച്ച്. പിന്നെ കുറച്ച് നമുക്ക് സ്പീഡപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ചിലവര് നമ്മൾ ജസ്റ്റ് ആലോചിച്ച് ചെയ്യണവരൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ ഏറ്റവും വലിയ നമ്പർ എടുക്കുക. തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഏറ്റവും വലുത് എടുക്കുക. ഇപ്പൊ ഏതാ? 15. 15-ന്റെ നമ്മുടെ ഈ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ വരുന്ന കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 15-ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് അറിയണം. 15 12 പോവില്ല. 30 പോവോ? 12 ഇല്ല. അടുത്തത് 45. 12 പോവില്ല. നോക്കന്നെ വേണ്ട. എന്തായാലും ഓഡ് മൾട്ടിപ്പിൾസിൽ 5-ന്റെ കേസിൽ 8ഉം 2ഉം പോവില്ലല്ലോ. അപ്പൊ ആദ്യം 2 നോക്കി 30, 4 നോക്കി 60. 60-ല് പക്ഷെ 12 പോവും, പക്ഷെ 8 പോവില്ല. അടുത്തത് നോക്കണത് 90. 90-ല് നമുക്ക് എന്ത് പോണില്ല? 12 പോണില്ല. പിന്നെ 120. അപ്പൊ നമുക്ക് കിട്ടി 120 LCM. ഇങ്ങനെ നോക്കി ചെയ്യുന്നവരുണ്ട്. പക്ഷെ പ്രാക്ടീസ് വേണം. അങ്ങനെ ഡയറക്റ്റ് നോക്കി എടുക്കണം എന്ന് വെച്ചാൽ പ്രാക്ടീസ് വേണം. അപ്പൊ അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒരു നമ്പർ കൂടി തരട്ടെ LCM ഫൈൻഡ് ചെയ്യാൻ. ഫൈൻഡ് ദി LCM ഓഫ് 15, 24, 32,
ആൻഡ് 45. ഇതിന്റെ LCM ഫൈൻഡ് ചെയ്യാം. ഏത് അപ്രോച്ച് യൂസ് ചെയ്താലും കുഴപ്പമില്ല, ഉത്തരം പെട്ടെന്നായാൽ മതി. ചെയ്തോളൂ. ഫൈൻഡ് ദി LCM ഓഫ് 15, 24, 32 ആൻഡ് 45. 150 അല്ലേ? 150-ല് 32 പോവില്ല. 180-ല് 32 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 180 അല്ല, 270 പറ്റുമോ? 270-ല് 24 പോവില്ല, 32 പോവില്ല. അപ്പൊ ഇത് പെട്ടെന്ന് നമ്മൾ ആലോചിച്ച ഒറ്റയടിക്ക് കിട്ടുന്ന നമ്പർ അല്ല, ഇപ്പൊ ചെയ്യേണ്ട വരും. 1440 ആണ്. ആ ശരിയാണ്, 1440 ആണ് അതിന്റെ LCM. ഇപ്പൊ ഇതെങ്ങനെ ചെയ്യാം? സാധാരണ അപ്രോച്ച് നമുക്കറിയാം. 15, 24, 32, 45 എടുത്തു. പ്രൈം ഫാക്ടർ ആയിട്ട് തിരിക്കുക. അപ്പൊ ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 5, 8, 32, 15. ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1, 8, 32, 3. ഇനി നമുക്ക് 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ രണ്ടിലും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഞാൻ 8 എഴുതണേ. ശരിക്കും 8 എഴുതാൻ പാടില്ല, 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകണം. വേറെ മറ്റേ 2 നമ്പറിൽ ഇത് പോവാത്തത് കൊണ്ട്, ഡിവൈഡ് ആയി പോവാത്തത് കൊണ്ട് തെറ്റില്ല. ഇപ്പൊ ഇവിടെ 8 എടുക്കുകയാണെങ്കിൽ 1, 1, 4, 3. ശരിക്കും ഇത് ചെയ്യാൻ പാടില്ല, 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടാണ് അതിന്റെ റൂള് പ്രകാരം പോവുകയാണെങ്കിൽ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് പോകണം. അങ്ങനെ ചെയ്താൽ ഈ കേസിൽ തെറ്റില്ല എന്നുകൊണ്ട് ചെയ്യാന്ന് മാത്രം. ഇപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ 8 × 5 40 ആണ്. 9 × 4 36. 36 × 40 എന്ന് പറഞ്ഞാൽ 36 × 4 144 ആണ്. 140 എന്ന് പറഞ്ഞാൽ ഒരു 0 ഇട്ടാൽ മതി. ഇപ്പൊ ഇതാണ് അതിന്റെ എന്ത് വരിക? LCM വരിക. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, ഡിവൈഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ത് പ്രൈം ഫാക്ടർ ആയിട്ട് തിരിക്കാം. 15 എന്ന് പറഞ്ഞാൽ 3 × 5 ആണ്. 24 എന്ന് പറഞ്ഞാൽ 3 × 8 ആണ്. 8 എന്ന് പറഞ്ഞാൽ 2³ ആണ്. 32 എന്ന് പറഞ്ഞാൽ 2⁵ ആണ് അല്ലേ? 45 എന്ന് പറഞ്ഞാൽ 15 × 3 എന്ന് പറഞ്ഞാൽ 9 × 5 ആണ്. 3² × 5. ഇനി എങ്ങനെയാ എടുക്കാൻ പറഞ്ഞ? 2ന്റെ ഹയസ്റ്റ് പവർ 2⁵, എന്നാണ് 32. പിന്നെ 3യുടെ ഹയസ്റ്റ് പവർ 3², പിന്നെ 5ന്റെ 5 തന്നെ ഉള്ളു. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. 32 ആണ് × 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 160 ആണ്. × 9, 16 × 9 എന്ന് പറഞ്ഞാൽ 144. പിന്നെ 0 ഇട്ട് കഴിഞ്ഞാൽ എത്രയായി? 1440. അപ്പൊ ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ആൻസർ കിട്ടണമെന്നുള്ളതാണ് കേട്ടോ. സമയം കളയാണ്ട് ആൻസർ കിട്ടണമെന്നുള്ളതാണ്. സമയം LCM എടുക്കാൻ സംഭവം കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എടുത്തതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്. ഓക്കെ. വീണ്ടും ചില കേസിൽ ഫാക്ടർ ആയിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ വരും. ഫൈൻഡ് ദി LCM ഓഫ് 2³ × 3 × 5² × 7, 2⁴ × 3² × 5 × 7² × 11 and 2 × 3³ × 5⁴ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഉത്തരം കിടക്കുന്നത് ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഫാക്ടേഴ്സ് ആയിട്ട് തന്നെയാണ് ഉത്തരം കിടക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞേ, ഒരാൾ പറഞ്ഞു തന്നേക്ക്. എങ്ങനെയാ എഴുതാൻ പറഞ്ഞ? LCM എടുക്കാൻ പറയുമ്പോ 3ലും നോക്കി, 2 എന്ന് പറയുന്ന ടൈം 3ലും കാണാണ്ട്. അപ്പൊ അതിന്റെ 2ന്റെ ഏതാണ് എഴുതണ്ടേ? 2⁵3 ആണോ ഹയസ്റ്റ് പവർ വരുന്നത്? 3ലും നോക്കി 4. അപ്പൊ 2⁴ എഴുതി. ഇനി അടുത്തത് 3 എഴുതി. 3 3ലും കാണാണ്ട്. 3യുടെ ഹയസ്റ്റ് പവർ അല്ലേ എഴുതണ്ടേ? ഏതെഴുതണ്ടേ? 3⁵3 ഇൻറ്റു ഇനി അടുത്ത പവർ കോമൺ ഉള്ളത് നോക്കി 5 കാണാണ്ട് കോമൺ ആയിട്ട്. അതിന്റെ 5⁻⁴ എത്ര എഴുതണ്ടേ? 4. പിന്നെ ഇൻറ്റു 7 കാണാണ്ട്. 7ന്റെ ഹയസ്റ്റ് പവർ എത്ര വരുന്നത്? 7². 2 ആണ് വരുന്നത്. ലാസ്റ്റ് 11 എന്ന് പറഞ്ഞ ടൈം ഉണ്ട്. ഇതാണ് ഇതിന്റെ എന്ത് വരിക? LCM വരിക. ഇത് ഓപ്ഷനിൽ ഉണ്ടാവും. നമുക്ക് 4-5 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. അതിലൊരു ഓപ്ഷൻ ഇതാവും വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണ് സാധാരണ നമുക്ക് LCM ഡയറക്റ്റ്ലി കാണാൻ വരികയാണ്. ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻസ് കയറി വരാറുണ്ട്.
അതിന് മുമ്പ് നമുക്ക് HCF അടുത്ത കോമൺ കണ്ടുപിടിക്കേണ്ട ടൈമാണ് HCF. അപ്പൊ HCF എങ്ങനെ സാധാരണ കാണാം? HCF എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നതാണ് HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ HCF എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിലുള്ള ഏറ്റവും വലിയ നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈൻഡ് ദി HCF ഓഫ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈൻഡ് ദി HCF ഓഫ് 24, 30 and 42. 24-ലും 30-ലും 42-ലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ. ഈ 3 നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പറാണ് അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്, HCF എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണ ഒരാൾക്ക് 24, 30, 42 കാണുമ്പോഴേക്കും അതിന്റെ HCF കിട്ടും. ഏതാ? 6 അല്ലേ? 6 ആണ്. അത്രയുള്ള കാര്യം. അതല്ല, അതിന്റെ റൂള് പ്രകാരം നമ്മൾ HCF കാണാൻ പോവുകയാണെങ്കിൽ 24 എഴുതും, 30 എഴുതും, 42 എഴുതും, ഫാക്ടറൈസ് ചെയ്യും. ശരിക്കും പ്രൈം വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഞാൻ ഇവിടെ 3 കൊണ്ട് ചെയ്യണം. ആദ്യം 8, 10, 14. 3-ലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാലാണ് കേട്ടോ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. LCM ആകുമ്പോൾ 3-ലും ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ 3-ലും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 4, 5, 7. ഇനി ഈ 3-ലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ 4, 5, 7-ല്? ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ HCF എന്ന് പറയുമ്പോൾ വരിക. ഈ 2 നമ്പർ മാത്രമാണ് മൾട്ടിപ്ലൈ ഉള്ളൂ. 3 × 2 6 അതിന്റെ HCF എന്ന് കിട്ടി. അല്ലെങ്കിൽ ഈ ചെറിയ നമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെന്നെങ്കിൽ ഡയറക്റ്റ് ഗസ് ചെയ്യാൻ പറ്റും HCF എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതാം. 24 എന്ന് പറഞ്ഞാൽ 8 × 3 ആണ്, 2³ × 3. 30 എന്ന് പറഞ്ഞാൽ 5 × 6 ആണ്, അപ്പൊ 5 × 3 × 2. 42 എന്ന് പറഞ്ഞാൽ 7 × 6 ആണ്, 7 × 2 × 3. ഇതില് 3-ലും കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ടേംസ് വേണം നമ്മൾ ഇവിടെ എഴുതാൻ. നേരത്തെ ഹയസ്റ്റ് എഴുതിയെന്ന് വെച്ചാൽ ഇവിടത്തെ ലോവസ്റ്റ് ആണ് എഴുതാൻ. 3-ലും ഉണ്ടാവും വേണം അത്. 2 എടുത്തു. 2 ഇതിലും 3-ലും ഉണ്ട്. അപ്പൊ 2 എടുക്കാം. പിന്നെ ഏതാ? അപ്പൊ അതിലുള്ള 2-ന്റെ ഏറ്റവും ലോവസ്റ്റ് പവർ ഏതാ? 2⁻1 അല്ലേ? അപ്പൊ അത് എഴുതി 2 എഴുതി ഇൻറ്റു. പിന്നെ 3-ലും കോമൺ ആയിട്ട് കാണുന്നത് 3 ആണ്. അതിന്റെ ലോവസ്റ്റ് കാണുന്നത് എത്ര തന്നെയാണ്? 3 തന്നെയാണ്. അപ്പൊ 3 × 2 6 ഉത്തരം കിട്ടി. അതിന്റെ എന്ത്? HCF. ഈ 2 അപ്രോച്ചാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ക്ലിയർ ആണ്. അതിന്റെ അപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പിന്നാലെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്തായാലും ഇനി കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദി HCF ഓഫ് 26 and 455. നമുക്ക് ഇതിന്റെ വെറൈറ്റികൾ ഉണ്ട്, ഇനി അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളും കൂടി ഡിസ്കസ് ചെയ്യണം. ഫൈൻഡ് ദി HCF ഓഫ് 26, 26 and 455. എന്ന് പറഞ്ഞ ആൻസർ. ഓപ്ഷൻസ് തരാം: 3, 2, 5, 13. അപ്പൊ ഇത് ചില കേസുകളിൽ നമുക്ക് ഓപ്ഷന് പോയാലും വലിയ സമയം കൊടുക്കില്ല കേട്ടാ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓപ്ഷൻ തന്നെ. എന്തായാലും 3 അല്ലാന്ന് ഉറപ്പല്ലേ? 26-ല് 13 ഉത്തരം. 3-ന് നമുക്ക് 26-ല് 3-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 2 അല്ല, 2 നമുക്ക് 455-ല് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 5 ആണോ? 5 26-ല് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സാധ്യതയുള്ളത് 13 ആണ്. അപ്പൊ ഇങ്ങനെ ഓപ്ഷന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കേസ് വരാറുണ്ട്. ഈ ചില കേസിൽ ഇപ്പോ ഈ പർട്ടിക്കുലർ കേസിന് നമുക്ക് ഓപ്ഷനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ 2 നമ്പറുകളൊക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ തന്നിട്ടുള്ള ചെറിയ നമ്പർ കൺസിഡർ ചെയ്യാം. 26 455-നെ നമുക്ക് 26 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും പറ്റില്ല. കാരണം 26-ന്റെ മൾട്ടിപ്പിളിൽ എന്തായാലും ഒരിക്കലും എന്ത് വരില്ല? യൂണിറ്റ് പ്ലേസിൽ 6-ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിളില് യൂണിറ്റ് പ്ലേസിൽ 5 ഉണ്ടാ? ഇല്ല. 6, 12, 18, 24, 30, 36, 42, 48, 54, 60, 66. പിന്നെ വീണ്ടും റിപ്പീറ്റാ. അല്ലാണ്ട് ഒരിക്കലും 5 യൂണിറ്റ് പ്ലേസിൽ 1, 3, 5, 7 ഒന്നും 6-ന്റെ മൾട്ടിപ്പിൾസിൽ വരില്ല. ഇപ്പൊ 26 എന്തായാലും ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ അതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. 26-ന് നമുക്ക് എങ്ങനെ എഴുതാം? 13 × 2 എന്ന് എഴുതാം.
ഞാൻ അതിലെ വലിയ നമ്പർ ഏതാ 13 നമുക്ക് 26 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെ പറ്റുമെന്നൊന്ന് വെരിഫൈ ചെയ്യാം. 45 13 3 പ്രാവശ്യം, ഇപ്പൊ 39 കിട്ടി. 65 13 5 പ്രാവശ്യം, അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെ HCF എന്താന്ന് കിട്ടി? 13 കിട്ടി. അപ്പൊ ഈ രീതിയിൽ ഫാക്ടറൈസ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചെയ്തത് മനസ്സിലായിട്ടില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താ ചെയ്തേ? തന്നിട്ടുള്ളതിലെ ചെറിയ നമ്പർ, ഒരെണ്ണം ചെറിയ നമ്പർ ഒരെണ്ണം വലിയ നമ്പർ ഒക്കെ ആണെങ്കിൽ അതിന്റെ പിന്നിലത്തെ ലോജിക്ക് ഇതാണ്. ചെറിയ നമ്പറിനെ ഫാക്ടറൈസ് ചെയ്തു. ചെറിയ നമ്പർ ആദ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി, ഇല്ലെങ്കിൽ അതിനെ വെട്ടിച്ചെറുതാക്കുക. അപ്പൊ അതിലെ വലിയ നമ്പർ നോക്കുക, പോകുന്നുണ്ടെങ്കിൽ അത് എഴുതാം. ഇൻ കേസ് പോകുന്നില്ലെങ്കിൽ അതിന്റെ ചെറിയ നമ്പർ നോക്കുക. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ചോദിക്കാണ്, ഫൈൻഡ് ദി HCF ഓഫ് 13 and 31. HCF എത്രയാ? ഫൈൻഡ് ദി HCF ഓഫ് 13 and 31. 1. ശരിയാണ്. അപ്പൊ നമുക്കറിയാം 13 31 രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ രണ്ടും പ്രൈം നമ്പർ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ HCF എന്തായിരിക്കും? 1 ആയിരിക്കും. ഒറ്റ നമ്പർ കൊണ്ടും നമുക്ക് ആ നമ്പറിന് വേറെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഇൻ കേസ് വേറെ ഒരു കേസ് കൂടി പറയാം, ഒരു ക്വസ്റ്റ്യൻ കൂടി. ഫൈൻഡ് ദി HCF ഓഫ് 5 and 5 വേണ്ട, 7 and 147. അപ്പൊ രണ്ട് നമ്പറും പ്രൈം ആണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. HCF എന്താ? 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി HCF ഓഫ് 7 and 147. ഏതാ? 7 ആണ് ഇതിന്റെ HCF. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പ്രൈം നമ്പർ ഉള്ളോന്ന് വെച്ചാൽ ചെക്ക് ചെയ്യേണ്ടത് ആ പ്രൈം നമ്പർ മറ്റേ നമ്പറിൽ ഡിവിസിബിൾ ആണോ നോക്കുക. 147 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അത് തന്നെ ആയിരിക്കും എന്റെ HCF. ഇൻ കേസ് പറ്റുന്നില്ലെങ്കിൽ എന്റെ HCF എന്തെന്ന് എഴുതാം? 1 ആയിരിക്കും. 147 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ 7 ആണ് അതിന്റെ എന്ത് വരിക? HCF വരിക. അപ്പൊ രണ്ടും പ്രൈം നമ്പേഴ്സ്. അപ്പൊ അതിന് നമ്മൾ പറയും കോ പ്രൈംസ് എന്ന് പറയും. കോ പ്രൈംസ് വരുന്ന കേസിൽ HCF 1 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, കോ പ്രൈം എന്ന് പറഞ്ഞാൽ അതും ക്വസ്റ്റ്യൻ വരാറുണ്ട്. കോ പ്രൈം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റാർട്ടിങ്ങില്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കോ പ്രൈം എന്ന് പറഞ്ഞ എന്താന്ന്? ഇല്ല. പ്രൈം എന്ന് പറഞ്ഞ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൈം നമ്പേഴ്സ്? ഓർമ്മയില്ല. ഓക്കെ, അപ്പൊ കോ പ്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 3 5 7 11 13 ഇങ്ങനെ പോണതിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ആ നമ്പേഴ്സിനെ നമുക്ക് ആ സെയിം നമ്പർ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒറ്റ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 നമുക്ക് 2 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 ആണെങ്കിലാ 3 കൊണ്ടും 1 കൊണ്ടും മാത്രം. 11 ആണെങ്കിലാ 11 കൊണ്ടും 1 കൊണ്ടും മാത്രം. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. അപ്പോ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി അറിയണം. പ്രൈം നമ്പറിന്റെ ഒപ്പം പറയുന്നത് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ കൊണ്ടും മാത്രമല്ല, ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമല്ലാതെ വേറെ ഒരു നമ്പർ കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 ആണ് ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 4 എടുക്കുകയാണ്. 4 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് കൂടാതെ ഏത് കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇപ്പൊ 6 എടുക്കുകയാണെങ്കിൽ 6 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആ നമ്പറിന് ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും കൂടാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഇനി കോ പ്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 നമ്പേഴ്സ്, ഇപ്പൊ 7 11 കോ പ്രൈംസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 2 നമ്പറിൽ വേറെ കോമൺ മൾട്ടിപ്പിൾ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ 7 11 നമുക്ക് വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? കോമൺ ആയിട്ടുണ്ടാ? 7 11 ഇല്ല. അപ്പൊ അതിനെയാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോ എക്സാമിന് ക്വസ്റ്റ്യൻ വരാം, തന്നിട്ടുള്ളതിൽ കോപ്രൈംസ് ഏത്? ഓപ്ഷൻസ് 8, 15, 11. കോപ്രൈം അല്ലാത്തത് ഏതെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളതിൽ കോപ്രൈം അല്ലാത്തത് ഏത്? 11, 17, 30, 45, ലാസ്റ്റ് 9, 35. ഇതിൽ കോപ്രൈം അല്ലാത്തത് ഏത്? ഒരാൾ ആൻസർ പറഞ്ഞു. 30, 45 യെസ്. അപ്പൊ 8നും 15നും നമുക്ക് കോമൺ ആയിട്ട് വേറെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെന്താണ്? കോപ്രൈം ആണ്. 11ഉം 17ഉം ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് പ്രൈം നമ്പർ ആണ്. 30നും 45നും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തല്ല? കോപ്രൈം അല്ല. 5 കൊണ്ട് പറ്റും, 15 കൊണ്ട് പറ്റും, സാധ്യതകളുണ്ട്. ഇനി 3 കൊണ്ടും പറ്റുന്നുണ്ട് അല്ലെ? ശരി. ഇനി 9നും 35നും വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ കോമൺ ആയിട്ട്? ഇല്ല. അപ്പൊ അതും എന്തല്ല? അതെന്താണ്? കോപ്രൈം ആണ്. അപ്പോ കോപ്രൈം എന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സിലും വേറെ കോമൺ മൾട്ടിപ്പിൾ ഇല്ലെങ്കിൽ അതിന് കോപ്രൈംസ്. അപ്പൊ കോപ്രൈംസിന്റെ ഒക്കെ HCF എന്തായിരിക്കും? കോപ്രൈം HCF ഒരാൾ പറയേ. ആ നമ്പേഴ്സിനൊന്നും വേറെ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കും അതിന്റെ HCF. എല്ലാ കോപ്രൈംസിന്റെയും HCF 1 ആയിരിക്കും. ഓക്കെ. ഇനി വീണ്ടും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട് കേട്ടോ, കോപ്രൈം ഫൈൻഡ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അറിയണം, അതുകൊണ്ടാണ് അതും കൂടി പറഞ്ഞു പോയത്. ഫൈൻഡ് ദി HCF ഓഫ് 1785, 1995 ആൻഡ് 3381. ഇതിന് മൂന്നിന്റെ HCF കാണും. 1785, 1995, 3381. അപ്പൊ ഇത് വലിയ നമ്പേഴ്സ് ആണ്, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ട? ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇങ്ങനെ നമ്പേഴ്സ് വരുമ്പോ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് നിയർ ബൈ ഉള്ളത് തരും. ഇവിടെ അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ഈ തന്നിട്ടുള്ള ഗ്രൂപ്പിൽ ഏതാ? 1995ഉം 1785 അല്ലെ? അത് രണ്ടല്ലേ? മറ്റേത് 3300 എന്ന് പറഞ്ഞ റേഞ്ച് കിട്ടും. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുക്കാം. 0, 1, 2, 210 കിട്ടി. അതിന്റെ ഡിഫറൻസ് ഇല്ലേ? ഇത് കാണാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഡിഫറൻസ് കാണാൻ? ഓക്കെ. എന്നിട്ട് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്, നമുക്ക് 210 കൊണ്ട് ഈ നമ്പേഴ്സ് മൂന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഒരിക്കലും പറ്റില്ല. ഇല്ലല്ലോ. 0ന്റെ മൾട്ടിപ്പിളിൽ എന്തായാലും എന്ത് വരും? 0 വരും യൂണിറ്റ് പ്ലേസിൽ. അപ്പൊ 210 ഇതിൽ മൂന്നിലും ഡിവിസിബിൾ അല്ല. ഇപ്പൊ 210നെ ഫാക്ടറൈസ് ചെയ്യാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാം. അപ്പൊ ആദ്യം 105 × 2 എന്ന് പറയാം. അപ്പൊ അതിന്റെ 105 കൊണ്ട് ഈ മൂന്ന് നമ്പേഴ്സിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ള വെരിഫൈ ചെയ്യാം. പറ്റുമോ? മൂന്നാമത്തെ നമ്പറിനെ നമുക്ക് 105 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? യൂണിറ്റ് പ്ലേസിൽ 1 വന്നു. പറ്റണ്ടാ? ഇല്ല. അപ്പൊ പിന്നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. 210നെ അടുത്ത കേസിൽ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 4 × എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 4 × ഡിവൈഡ് ചെയ്യാൻ പറ്റണം കേട്ടാ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആവണ്ട? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണ്ട? ഇല്ല. അപ്പൊ പിന്നെ 6 നോക്കി. 5 പറ്റൂല്ലേ? 5 × 42. അടുത്ത കേസ് 5 × 42 ആണ്. അതിന്റെ മുമ്പ് ഒരു 3 × 70 വെച്ച് സ്പ്ലിറ്റ് ചെയ്തൂടെ? 3 × 70 ആണ് അടുത്ത കേസ്. 2 കഴിഞ്ഞ അടുത്ത 3. 3 × 70 210 തന്നെയാണ്. അതിൽ 70 കൊണ്ട് ഇതിന് 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ പിന്നെ അടുത്ത കേസ് നോക്കി. 210നെ അടുത്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കേസ് 5 × 4 ഡിവൈഡ് ചെയ്യാൻ പറ്റണില്ല. 5 × 42. 42 കൊണ്ട് ഈ 3 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2ന്റെ മൾട്ടിപ്പിൾ യൂണിറ്റ് പ്ലേസിൽ 5 വരുമോ? ഇല്ല. അപ്പൊ പിന്നെ 6 കൊണ്ട് പറ്റുമോ നോക്കി. 6 × എത്ര വരണേ? 35 അല്ലേ? 6 × 35 ആണ് വരെ. പറ്റുമോ? അതുമില്ല. അപ്പൊ അടുത്ത് വീണ്ടും ഡിവൈഡ് സ്പ്ലിറ്റ് ചെയ്തു. കാരണം 35ന്റെ മൾട്ടിപ്പിളില് 1 യൂണിറ്റ് പ്ലേസിൽ വരില്ല. അപ്പൊ 7 × 30. 30 എന്തായാലും പോവില്ല. വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. 8 വെച്ച് പറ്റുമോ?
4 വെച്ച് പറ്റാത്തത് 8 വെച്ച് പറ്റാനുള്ള ഒരു സാധ്യതയില്ല. 8 വെച്ച് പറ്റില്ല. ഇപ്പൊ പിന്നെയും ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് പോണം. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഓരോന്നും ചെയ്തിട്ട് ഏതുകൊണ്ട് ഗുണിക്കണം എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇങ്ങനെയാണ് വെരിഫൈ ചെയ്ത് പോകേണ്ടത്. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. അപ്പൊ അതിന് ചെയ്യാവുന്ന കാര്യം 210 ഫാക്ടറൈസ് ചെയ്യുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും ഉത്തരത്തേക്ക്. ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം 2 കൊണ്ട് ഹരിക്കുമ്പോൾ 105. 105 2 നോക്കി ഇല്ല. അടുത്തത് 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് 21 × 5 ആണ് 105. 21. അത് പറ്റില്ലെങ്കിൽ 3 7. ഇത്രയാണ് വരണത്. അപ്പൊ ആദ്യം നമ്മള് അതിന്റെ മൾട്ടിപ്പിൾസ് കണ്ടിട്ട് നോക്കാം. ആദ്യം 210 നോക്കി. ഇത് 3 ഗുണിക്കുമ്പോൾ പറ്റണില്ല. അടുത്തത് 2 ഒഴിവാക്കി ബാക്കി 2 കൂടി 3 കൂടി ഗുണിച്ച് നോക്കുകയാണ്. 21 × 5 105. പറ്റുന്നുണ്ടാ? ഇല്ല. അടുത്തത് ഇത് 2 കൂടി ഗുണിച്ച് നോക്കുകയാണ്. 21. അതിന്റെ മുമ്പ് 35 നോക്കണം. 7 × 5 35 പറ്റുമോ? ഇല്ല. ഇനി 7 × 3 21 പറ്റുന്നുണ്ടോ നോക്കി. 21 ഡിവിസിബിൾ ആണോ? 3ലും സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ HCF എത്ര കിട്ടും? 21 കിട്ടും. അത് ഡിവൈഡ് ചെയ്ത് നോക്കണണ്ടാ ഡിവിസിബിൾ ആണോന്ന്. അതിനെങ്ങനെ ചെക്ക് ചെയ്യാ? 21 പോകുന്ന നോക്കാൻ ആദ്യം 3 കൊണ്ട് പറ്റുമോ നോക്കുക. അതിന് കൂട്ടി നോക്കി പോരെ. 8 16 21 പറ്റും. ഇവിടെയാണെങ്കിൽ 10 19 24 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിൽ 6 8 14 1 15 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7 കൊണ്ട് പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 7 × 2 14 38 5 പ്രാവശ്യം 35 പോകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ 14 ബാക്കി 5 59 8 പ്രാവശ്യം 35 വെട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ 7 × 4 28 ബാലൻസ് 5 58 8 പ്രാവശ്യം 21 3 പ്രാവശ്യം പോകുന്നുണ്ട്. ഇപ്പൊ 3 നമ്പറും 21 ഡിവിസിബിൾ ആണെന്ന് കിട്ടി. ഇപ്പൊ അതിന്റെ HCF കിട്ടി 21. അല്ലാണ്ട് ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ സമയം എടുക്കും കണ്ടുപിടിക്കാൻ. ഈ അപ്രോച്ച് ക്ലിയർ ആണോ? സാർ ഒന്നുകൂടി പറയൂ ഫാക്ടറൈസ് ചെയ്തിട്ട്. ഫാക്ടറൈസ് ചെയ്തിട്ട് പറയാം. ഇപ്പൊ 200 ഡിഫറൻസ് എടുത്തത് മനസ്സിലായില്ലേ? നിയർ ബൈ ഉള്ള നമ്പേഴ്സിന് ഡിഫറൻസ് എടുത്തു. അതിനുശേഷം അത് ഫാക്ടറൈസ് ചെയ്തു. അപ്പൊ ആദ്യം 2 കൊണ്ട് ഹരിച്ചു. 105 കിട്ടി. 105 നമുക്ക് ഈ നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. പറ്റണില്ലേ? 3 3 8 1 1 ഒരിക്കലും 5ന്റെ യൂണിറ്റ് പ്ലേസിൽ വരില്ല. ഇപ്പൊ ഇതിനടുത്ത് പിന്നെയും ഫാക്ടറൈസ് ചെയ്തു. 5 21 കിട്ടി. അപ്പൊ നമ്മള് 21 പോകുന്ന ഡയറക്റ്റ് നോക്കാം. അതിന്റെ മുമ്പ് നമുക്ക് വേറെ സാധ്യതകളും കൂടി നോക്കണം. വലിയ വലിയ നമ്പേഴ്സ് വെച്ചിട്ടാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം പിന്നെയും ഫാക്ടറൈസ് ചെയ്തു. 3 7 കിട്ടി. ഇനി നോക്കി 7 × ആദ്യം നമ്മൾ 105 നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. 3 കൂടി ഗുണിച്ചിട്ടുള്ളതാണ് നോക്കുക. ആദ്യം 105 നോക്കി. അതിനുശേഷം 7 × 5 35 അടുത്ത വലിയ നമ്പർ. കാരണം ഇനി 2 കൊണ്ടുള്ളത് ഒരിക്കലും ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരില്ല നമുക്കറിയാം. അപ്പൊ 2 ഉപേക്ഷിക്കാം. ബാക്കിയുള്ള 3 നോക്കിയാൽ മതി. 7 × 5 ഇത് 3 കൂടി ഗുണിക്കുമ്പോൾ വരാനുള്ള ഏറ്റവും വലിയ നമ്പർ 105 ആണ്. പിന്നെ അടുത്ത് വരാൻ സാധ്യതയുള്ളത് 7 × 5 വലിയ നമ്പേഴ്സ് ഗുണിക്കുമ്പോഴല്ലേ വലിയ ഉത്തരം വരിക. 35 ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ഈ നമ്പേഴ്സ്. പക്ഷെ ഇവിടെ 1 ഒരിക്കലും 5ന്റെ മൾട്ടിപ്പിൾ വരില്ല. അപ്പൊ പിന്നെ അടുത്ത സാധ്യത 7 × 3 ആണ്. അതും കഴിഞ്ഞിട്ട് 5 × 3 സാധ്യത. അപ്പൊ ഇൻ കേസ് 21 കിട്ടിയില്ലെങ്കിൽ 5 × 3 15 പോകുന്ന നോക്കേണ്ടി വരും. അതും പോകണില്ലെങ്കിൽ പിന്നെ 7 കൊണ്ട് നോക്കണം. അതും പോകണില്ലെങ്കിൽ പിന്നെ 5 കൊണ്ട് നോക്കണം. അതും പോകണില്ലെങ്കിൽ പിന്നെ 3 കൊണ്ട് നോക്കണം. അങ്ങനെയാണ് അതിന്റെ HCF എടുത്ത് ചെക്ക് ചെയ്യേണ്ടി വരിക. ഈ കേസിൽ 7 × 3 21 നമുക്കിത് ഡിവിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് വെരിഫൈ ചെയ്തു. ആദ്യം 21 ഡിവിസിബിൾ ആണെന്ന് അറിയാൻ നമ്മൾ എന്തുകൊണ്ട് ചെയ്തു? ഡിവൈഡ് ചെയ്ത് നോക്കി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വെരിഫൈ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തേ? കൂട്ടി നോക്കി. ഡിജിറ്റ്സ് കൂട്ടി നോക്കി. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ടെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. കൂട്ടുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3ന്റെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റ് ആണ് അല്ലെങ്കിൽ നമ്പർ ആണ് കിട്ടുന്നത് വെച്ചാൽ ഡിവിസിബിൾ ബൈ 3 ആണ്. 3 നമ്പേഴ്സും കൂട്ടുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്. അപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 7 കൊണ്ട് പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി. നേരിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. ഡിവൈഡ് ചെയ്യുമ്പോൾ 3നെയും നമുക്ക് 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം HCF എന്താണ്? 3 നമ്പേഴ്സിലും 21 ഡിവിസിബിൾ ആണ്. HCF 21 ആണ്. ഇതാണ് ഇതിന്റെ നോർമൽ മെത്തേഡ്. ഇതിന്റെ നോർമൽ മെത്തേഡ് അല്ല, ഫാസ്റ്റ് മെത്തേഡ്. ഇതിന്റെ നോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണെങ്കിലും ചെറിയ അടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് തന്നെയാണ് നമ്മൾ എടുക്കുക. 1995 നമുക്ക് അടുത്ത് കിടക്കുന്ന 1781 ഏറ്റവും ചെറിയ നമ്പർ കൊണ്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ എത്ര പ്രാവശ്യം പോവും? 1 പ്രാവശ്യം പോവും. പോയി കഴിഞ്ഞാൽ എത്ര വരും? 1785. അപ്പൊ ഡിഫറൻസ് എത്ര വരും? 210 വരും. ഇനി ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് പോരണം. 210 കൊണ്ടാണ് ഇനി അടുത്ത് ഡിവൈഡ് ചെയ്യേണ്ടത്. ഏത് നമ്പറിനെ?
തൊട്ട് മുമ്പത്തെ ഗ്രൂപ്പിൽ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് ആ നമ്പറിനെ 210 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിന്റെ സിസ്റ്റം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ എത്ര പ്രാവശ്യം പോവും? 8 പ്രാവശ്യം പോവും. 1680 കിട്ടും. ഡിഫറൻസ് എത്ര കിട്ടും? 105 കിട്ടും. വീണ്ടും തൊട്ട് മുമ്പത്തെ സിസ്റ്റത്തിനെ തൊട്ട് മുമ്പത്തെ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അത് എഴുതി ഈ സിസ്റ്റം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും. 210 കിട്ടി. സിസ്റ്റം 0 ആവണ വരെ ചെയ്തു പോകണം എന്നാണ് ഈ പ്രൊസീജിയർ ചെയ്തു പോകണം. ഇപ്പൊ ഈ രണ്ട് നമ്പേഴ്സിന്റെ 1995ന്റെയും 1785ന്റെയും കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് 105 ആണെന്ന് നമുക്ക് കിട്ടി. ഏറ്റവും ലാസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന നമ്പറാണ് അതിന്റെ HCF വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗഡു കഴിഞ്ഞു. ഇനി നമുക്ക് ഉത്തരായില്ലേ? നമുക്ക് ഒരു നമ്പർ കൂടി ഉണ്ട്. ഏതാ? 3381. 3381 105 ഡിവിസിബിൾ ആണോ നോക്കുക. അപ്പൊ 3381 എടുത്തു. നമ്മുടെ ആദ്യത്തെ HCF കിട്ടിയതും എടുത്തെഴുതി. 3381 എത്ര പ്രാവശ്യം പോവും നോക്കി. എത്ര പ്രാവശ്യം പോവും? 12 പ്രാവശ്യം പോവും. അപ്പൊ എത്രയാ? അല്ലെങ്കിൽ ഒറ്റടിക്ക് എഴുതാൻ പറ്റുന്ന വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചെറുതായിട്ട് സ്റ്റെപ്പായിട്ട് ചെയ്ത് പോകണം. അപ്പൊ സമയം എടുക്കും. അപ്പൊ നേരിട്ടിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ട് കൺസിഡർ ചെയ്യാണ് നല്ലത്. അപ്പൊ 3381 ഡിവൈഡഡ് ബൈ 105 എന്ന് പറയുമ്പോൾ ഏറ്റവും നിയർ ബൈ ഉള്ള വാല്യൂ വേണം ഇവിടെ എഴുതാണ്ട. അപ്പൊ 12 × 105 എന്ന് പറയുമ്പോ എത്ര വരിക? 105 × 10 എത്രയാ? 1050 ആവുള്ളൂ. 12 എന്ന് പറഞ്ഞാലും ഈ റേഞ്ച് എത്തില്ല. ഒരു 30 കൊടുത്താലാ? 30 × 105 എന്ന് പറയുമ്പോ എത്ര വരും? 315 വരും. 3150 കിട്ടും. പിന്നെ ഒരെണ്ണം വരും. രണ്ടെണ്ണം വരുമ്പോ 3000 ഇതിന് മേലെ പോകും. അപ്പൊ 31 വരുന്നുണ്ട്. അതിന്റെ എന്ത് കോമൺ മൾട്ടിപ്പിൾ നിയർ ബൈ വരുന്ന കോമൺ മൾട്ടിപ്പിൾ 31 വരുന്നുണ്ട്. അപ്പൊ 31 കൺസിഡർ ചെയ്തു. 31 ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3255 വരും. ഇതിൽ കൂടെ ഒരു 105 കൂടിയും കൂട്ടി. ബാക്കി ശിഷ്ടം എത്ര വരുന്നുണ്ട്? ശിഷ്ട ഒരു പ്രാവശ്യം കൂടിയും പോവോ? ഇതിൽ കൂടെ ഒരു 105 കൂടിയും കൂട്ടിയാൽ അത് കടന്നു പോകണ്ട. ഇല്ല, 32 പ്രാവശ്യം പോവും. 12 അല്ല കേട്ടോ, സോറി. അപ്പൊ 32 പ്രാവശ്യം പോവാ. 3360 എന്ന് കിട്ടും. 3360 ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു രീതി കൂടി ഉണ്ട്, ഞാൻ പറയാം, ഡിസ്കസ് ചെയ്യാം. 3360 എന്ന് കിട്ടും. അപ്പൊ ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? 21. വീണ്ടും 21 105 എടുത്തു. 105ൽ 21 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. 105 കിട്ടി. 5 പ്രാവശ്യം പോവും. ശിഷ്ടം എത്ര വന്നു? 0. ശിഷ്ടം 0 വരുമ്പോ ലാസ്റ്റ് ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതാണ് ഇതിന്റെ HCF വരും. ഇപ്പൊ 3 നമ്പറും ഒരുമിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ HCF എന്ത് വന്നു? 21 കിട്ടി. ഈ നമ്പർ ഈ അപ്രോച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഈ അപ്രോച്ച് കമ്പാരബിളി ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുക ആദ്യത്തെ അപ്രോച്ച് ആണ്. പിന്നെ ഓപ്ഷൻസും ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ. അപ്പൊ നമുക്ക് അധികം സമയം എടുക്കില്ല. ഫസ്റ്റ് അപ്രോച്ചും ഓപ്ഷൻസും കയ്യിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സമയം എടുക്കില്ല. അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ HCF കണ്ടുപിടിക്കുക. ഇനി അതല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റെപ്പ് നമുക്ക് ഒറ്റയടിക്ക് 32ന്റെ ഡിവിസിബിൾ നമുക്ക് അറിയണില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 3381 ഡിവൈഡഡ് ബൈ 105. 105ന്റെ 338ന്റെ അടുത്തുള്ള മൾട്ടിപ്പിൾ ഏതാ? 3 പ്രാവശ്യം പോകുന്നറിയാം. 315 ആയി. ബാക്കി എത്രയുണ്ട്? 231 ഉണ്ട്. വീണ്ടും ആ പ്രൊസീജിയർ നിർത്തരുത്. ഒരു പ്രാവശ്യം കൂടി അത് നോക്കുക. 231ലെ 105 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. അപ്പൊ എത്ര കിട്ടി? 210. ബാക്കി വരുന്നത് 21. ഇനി ശരിക്കും പ്രൊസീജിയർ ഫോളോ ചെയ്യണം. 105ലെ 21 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം. 105 കിട്ടി. ബാലൻസ് 0 ആയി. ഇപ്പൊ 21 പ്രാവശ്യം അതിന്റെ HCF എന്ന് കിട്ടി. കാരണം ഈ 105 × 32 ആണ് 3351 നിയർ ബൈ ഉള്ള മൾട്ടിപ്പിൾ എന്ന് നമുക്ക് ഒറ്റയടിക്ക് അറിഞ്ഞു എന്ന് വരില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്താലും മതി. സംഭവം ചെയ്തത് മനസ്സിലായിട്ടുണ്ടാ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വലിയ നമ്പേഴ്സ് വന്നാൽ ഈ രീതിയിലാണ് HCF കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കണ്ട ഓർമ്മയിൽ നിന്നൊന്നും വരില്ല. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ തരാം. സംഭവം എടുത്ത രീതിയിൽ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം.
എടുത്തെഴുതിയതിൽ സംശയം ഉണ്ടോ? ആരെങ്കിലും റിപ്ലൈ? കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും നിർത്തിപ്പോയാ. സാർ ഒരു കണക്ക് കൂടി ചെയ്യാം, അപ്പൊ ക്ലിയർ ആണ്. ആ, ഒരു കണക്ക് കൂടി ചെയ്ത് നോക്കാം. Find the HCF of 455 and 390. ഒരു നമ്പർ കൂടി വേണം, മൂന്നാമത് ഒരു നമ്പർ കൂടി വേണം. ഒരു നമ്പർ കൂടി കൊടുത്തോട്ടെ. അപ്പോ 455, 390 ആൻഡ് 1391. ഞാൻ പറഞ്ഞു, ഏറ്റവും പറഞ്ഞതാണ് കേട്ടോ ഫാസ്റ്റ് അപ്രോച്ച്. രണ്ടാമത് HCFന്റെ നോർമൽ അപ്രോച്ച് പ്രൊസീജിയറാണ് പറഞ്ഞു പോയത്. ആ രീതിയിൽ HCF കാണാൻ സാധാരണ ഒരു സമയം എടുക്കും. ആൻസർ കിട്ടിയേ പറയാം. ഓപ്ഷൻസ് വേണോ? ആ സർ. 26, 39, 65, 13. ഓപ്ഷനിൽ ഇല്ലാത്ത ഉത്തരം കിട്ടണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ആൻസർ പറഞ്ഞില്ലാരും. ഓക്കെ, ഇപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഇത് ഫാസ്റ്റ് അപ്രോച്ച് ഞാൻ പറഞ്ഞത് നിയർ ബൈ ഉള്ള രണ്ട് നമ്പേഴ്സ്, അടുത്ത് കിടക്കുന്ന രണ്ട് നമ്പേഴ്സ് എടുത്തു, അതിന്റെ ഡിഫറൻസ് എടുത്തു നോക്കി. എത്രയാ? 65. അപ്പൊ 65നെ 390 ഡിവൈഡ് ചെയ്യാൻ പറ്റണ്ട? ഉണ്ട്. 65 ഇൻറ്റു 6 390. 65 ഇൻറ്റു 7 455. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ HCF കിട്ടി. എത്രയാ? 65. 65 1391 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കണ്ടേ. എന്തായാലും 5ന്റെ മൾട്ടിപ്പിൾ ഒന്നും യൂണിറ്റ് പ്ലേസിൽ വരില്ല. അപ്പൊ പിന്നെ അടുത്ത സാധ്യത നോക്കി 65നെ സ്പ്ലിറ്റ് ചെയ്യാണ്. 65 എന്ന് പറഞ്ഞാൽ 13 ഇൻറ്റു 5 ആണ്. അപ്പൊ അതിൽ വലിയ നമ്പർ എടുത്തു 13 ഇതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 13 ഇൻറ്റു 13 91 13 7 പ്രാവശ്യം. അപ്പോൾ എത്ര പേരുണ്ട്? 107. 107 ഇൻറ്റു 13 1390. അപ്പോൾ ആ നമ്പറിനെ നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പൊ ഈ 3 നമ്പേഴ്സിന്റെ HCF എത്രയാണ്? 13 3 നമ്പേഴ്സിന്റെ HCF എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. ഇപ്പൊ ഈ രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, നോർമൽ രീതിയിൽ ചെയ്യോ എന്ന് വാശിയുള്ളവർ എങ്ങനെ ചെയ്യേണ്ടി വരും? 455 ഇട്ടു, ഡിവൈഡ് ചെയ്യണം 390 കൊണ്ട്. ഒരു പ്രാവശ്യം പോയി 390, ബാലൻസ് 65 വന്നു. വീണ്ടും 390നെ 65 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 പ്രാവശ്യം പോയപ്പോൾ 390 കിട്ടി, ബാലൻസ് 0 ആയി. അപ്പൊ എൻ്റെ HCF കിട്ടി അതിന്റെ രണ്ടിന്റെ 65. ഇനി 1391നെ 65 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോണത്. ഡയറക്റ്റ് പറ്റില്ല, അപ്പൊ നമ്മൾ ആദ്യം 2 ഗുണിച്ചു, അപ്പൊ 130 കിട്ടി. പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പൊ ബാക്കി 91 എടുത്തെഴുതി. വീണ്ടും 65 പ്രാവശ്യം പോയി, 65 കൊണ്ട് തന്നെയാണ് കേട്ടോ, അതന്നെ എടുത്തെഴുതി. അപ്പൊ 65, ബാലൻസ് എത്ര വന്നു? 26 വന്നു. 26, 65 ഇനി മാറ്റി എഴുതി. അപ്പൊ ഈ 65 ഇവിടെ എഴുതി,
65 26 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും. 52 വന്നു, ബാലൻസ് 13 വന്നു. വീണ്ടും എടുത്ത് മാറ്റി എഴുതി. 26 13 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും. 26 വന്നു, ബാലൻസ് ശിഷ്ടം വന്നു. ശിഷ്ടം 0 വന്നു, ലാസ്റ്റ് റിമൈനിങ് 0 വന്നു. ഇപ്പൊ ലാസ്റ്റ് 0 വരുമ്പോൾ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതാണ് നമ്മുടെ HCF വരെ. ഇപ്പൊ ഈ ഹോൾ നമ്പറിന്റെ HCF എത്രയാന്ന് കിട്ടി? 13 കിട്ടി. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. പക്ഷെ രണ്ടാമത്തെ അപ്രോച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഫസ്റ്റ് അപ്രോച്ച് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. സംഭവം ക്ലിയർ ആണോ? ചെയ്തിട്ടുള്ളതിൽ വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇല്ല, നിങ്ങളൊന്നും ചോദിക്കണില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. LCM ഓഫ് ഫ്രാക്ഷൻ. LCM ഓഫ് ഫ്രാക്ഷൻ ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ. LCM ഓഫ് ഫ്രാക്ഷൻ. ഇപ്പൊ LCM ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ LCM ഓഫ് ഫ്രാക്ഷൻ നമുക്ക് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഫ്രാക്ഷൻ ആകുമ്പോൾ 2 ഭാഗം ഉണ്ടാവും. x/y എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 2 ഭാഗമുണ്ട്. ഒരു ന്യൂമറേറ്റർ ഭാഗമുണ്ട്, ഒരു ഡിനോമിനേറ്റർ ഭാഗമുണ്ട്. അപ്പൊ ചെയ്യേണ്ടത് ഒരു ഫ്രാക്ഷന്റെ LCM കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ന്യൂമറേറ്റർ, LCM ഓഫ് ന്യൂമറേറ്റേഴ്സ്, അതിന്റെ ന്യൂമറേറ്റേഴ്സിന്റെ LCM എടുക്കുക, ഡിവൈഡഡ് ബൈ അതിന്റെ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് ഉണ്ടാവും, അതിന്റെ ഡിനോമിനേറ്ററിന്റെ HCF എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? LCM ഓഫ് ഫ്രാക്ഷൻ ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇനി HCF ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ അവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നേരെ തരംതിരിച്ചിട്ട് HCF ഓഫ് ഫ്രാക്ഷൻ ചെയ്യേണ്ട വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിന്റെ എന്തെടുക്കുക? HCF എടുക്കുക. HCF ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ എടുത്താൽ മതി. LCM ഓഫ് ഡിനോമിനേറ്റർ. ഇപ്പൊ ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ഫ്രാക്ഷൻസ് കുറച്ച് തരാണ്. അപ്പൊ ഇത് ചെയ്യണേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടി നോക്കണം. ഫ്രാക്ഷൻസ് ആർ മസ്റ്റ് ബി ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ഫോം. ഫ്രാക്ഷൻസ് ആർ മസ്റ്റ് ബി ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ഫോം. ഫ്രാക്ഷൻസ് അതിന്റെ ഏറ്റവും ചെറിയ ഫോമിലാണോ എന്ന് ആദ്യം വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അത് ആക്കണം. എന്നിട്ട് വേണം ഈ പറയണ ഓപ്പറേഷൻ ചെയ്യാൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണ നമ്മൾ ഫ്രാക്ഷൻസിന്റെ HCF കാണാൻ പോവാണ്. LCM കണ്ടുപിടിക്കാൻ പോവാണ്. ഫൈൻഡ് ദി LCM ഓഫ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസ് LCM ഓഫ് 72 divided by 250, 126 divided by 75 and 162 divided by 165. ഇതിന്റെ 3 ഫ്രാക്ഷൻസിന്റെ LCM ഫൈൻഡ് ചെയ്യണം. ഫൈൻഡ് LCM ഓഫ് 126 divided by 75. Find the LCM of 72 divided by 250, 126 divided by 75 and 162 divided by 165. ഇപ്പോൾ LCM കാണാൻ പറഞ്ഞ് നമ്മൾ എന്താ ചെയ്തത്? അതിന്റെ ന്യൂമറേറ്റേഴ്സ്. ഇതിന്റെയൊക്കെ ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാ? ഇത് 3 ഇതിന്റെ ന്യൂമറേറ്റേഴ്സ്. അതിന്റെ LCM എടുക്കണം. ഡിനോമിനേറ്റേഴ്സിന്റെ എന്തെടുക്കണം? ഡിനോമിനേറ്റേഴ്സ് ഈ 3 അതിന്റെ 3ന്റെയും HCF ആണ് എടുക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞു ഏറ്റവും അവസാനം, ഇമ്പോർട്ടന്റ് കാര്യം. അതാണ് ഏറ്റവും ഫ്രാക്ഷൻസ് ഒക്കെ എന്തിലാവണം? ഏറ്റവും ചെറിയ ഫോമിലാവണം. എന്ന് പറഞ്ഞാൽ വേറെ ഒരു നമ്പർ കൊണ്ടും ഈ ഫ്രാക്ഷൻസിനെ പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റാൻ പാടില്ല. അപ്പൊ ആദ്യം അതാണ് നോക്കേണ്ടത്. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. 72 250 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എത്ര കിട്ടും? 36 ഡിവൈഡ് ബൈ 125. ഇനി ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് പറ്റുമോ? ഇല്ല. 4 കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ അത് തീരുമാനമായി. ഇതാണ് അതിന്റെ ലോവസ്റ്റ് ഫോം. ഇനി രണ്ടാമത്തെ ഫ്രാക്ഷൻ എടുത്തു. 126 ഡിവൈഡ് ബൈ 75 കൂട്ടി നോക്കി 9 12. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2 2 5. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ് അതിന്റെ ലോവസ്റ്റ് ഫോം. മൂന്നാമത്തെ ഫ്രാക്ഷൻ എടുത്തല്ല, 162 165 കൂട്ടി നോക്കി 7 9 7 5 12. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം 16 5 പ്രാവശ്യം, 12 4, ഇവിടെ 55 ആണ് വരുന്നത്. അപ്പൊ അതിന് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ ലോവസ്റ്റ് ഫോം.
ചെറിയ ഫോം. ഇനി ഇതിന് വേറെ വെട്ടി ചെറുതാക്കാൻ പറ്റില്ല. ഇനി എടുക്കാം ന്യൂമറേറ്റേഴ്സിന്റെ HCF LCM എടുക്കണം. LCM അല്ല നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം 36ന്റെയും 42ന്റെയും 54ന്റെയും എന്താണ് കണ്ടുപിടിക്കേണ്ടത്? LCM ഡിവൈഡഡ് ബൈ HCF ഓഫ് ഏതിൻ്റെ ഒക്കെ 125, 25, 55 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി. അപ്പോൾ ഇതിന്റെ മൂന്നിലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് ആദ്യം ഫൈൻഡ് ചെയ്യേണ്ടത്. കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ സാധാരണ അപ്രോച്ച് ഫോളോ ചെയ്യാണ്. 36, 42, 54 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 12, 14, 18. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 6, 7, 9. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2, 7, 3. തീരുമാനമായി. 2 സ്ക്വയർ 3 ക്യൂബ് ഒരു 7 ഉണ്ട്. 2 സ്ക്വയർ 4, 3 ക്യൂബ് 27 ഇൻറ്റു 7 കൂടി ഉണ്ട്. അപ്പോൾ 7 × 4 28. 28 × 27 വന്നു. 27ന്റെ സ്ക്വയർ അറിയാം 729. അതിൽ കൂടെ ഒരു 27 കൂടി കൂട്ടി കഴിഞ്ഞാൽ 756 കിട്ടും. അതാണ് നമുക്ക് എന്ത് കിട്ടിയത്? ന്യൂമറേറ്റർ കിട്ടിയത്. ഡിനോമിനേറ്ററിൽ ഇതിന്റെ 3ന്റെയും HCF. ഇതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ നമ്പർ അല്ല, ഏറ്റവും വലിയ നമ്പർ. 3 നമ്പറിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 25 പോവാൻ നോക്കി. 25 55 പോവില്ല. അപ്പൊ പിന്നെ 25ന്റെ സ്പ്ലിറ്റ് ചെയ്തു. 5 × 5 5 നോക്കി. 5 നമുക്ക് ഇതിനും ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇതിനും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ HCF എത്ര കിട്ടി? 5 കിട്ടി. ഇപ്പൊ ഈ ഫ്രാക്ഷന്റെ HCF LCM എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCF അല്ല LCM ആണ് ചോദിച്ചേക്കണേ. ഇതിന്റെ LCM എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 256 ഡിവൈഡ് ബൈ 5 ആണ് അതിന്റെ എന്ത് വരിക? LCM വരിക. ചെയ്തത് ക്ലിയർ ആണോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ഫ്രാക്ഷന്റെ LCM കാണാൻ പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ന്യൂമറേറ്റേഴ്സിന്റെ LCMവും ഡിനോമിനേറ്റേഴ്സിന്റെ HCF ആണ് എടുക്കേണ്ടവര്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. യെസ്. ഇനി ഞാൻ ഒരു പോയിന്റ് ഉള്ള കേസ് തരാം. ഫൈൻഡ് ദി LCM ഓഫ് 0.6, 9.6 ആൻഡ് 0.12. ഇതിന്റെ LCM ഫൈൻഡ് ചെയ്യാൻ പറയാണ്. ഫൈൻഡ് ദി LCM ഓഫ് 0.6, 9.6, 0.12. അപ്പൊ ഇങ്ങനെ പോയിന്റ് ഉള്ള ടേംസ് വരുമ്പോൾ നമുക്ക് അതിനെ ഫ്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പൊ ടൈം കൺസ്യൂമിങ് ആവും കുറച്ചും കൂടി. അപ്പൊ ഫ്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. ഫ്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 0.6 നമുക്ക് എങ്ങനെ എഴുതാം? 6/10. 9.6 എഴുതാം എങ്ങനെ എഴുതാം? 96/10. 0.12 എങ്ങനെ എഴുതാം? 12/100. എന്നിട്ട് ഇതിന്റെ ഒന്ന് ചെയ്ത് നോക്കിയേ. LCM ഒന്ന് കണ്ടുപിടിച്ചേ. ഇതാണ് ഒരു അപ്രോച്ച്. പക്ഷെ ഇത് ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് വേറെ അപ്രോച്ച് ഉണ്ട്. ഇതെന്തായാലും ചെയ്യാതെ ഉത്തരം മാറില്ല എന്തായാലും. ഇതിന്റെ 3ന്റെയും LCM നോക്കണം. ന്യൂമറേറ്റേഴ്സിന്റെ 6ന്റെയും 96ന്റെയും 12ന്റെയും. ആദ്യം 96 പിടിച്ചു. 96ൽ 12 പോവോ? ഇല്ല. 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നുണ്ടല്ലോ. 12 × 8 96 വരുന്നുണ്ട്. 6ഉം പോവും. എന്റെ LCM ഒറ്റടിക്ക് കിട്ടി. എത്ര തന്നെയാണ്? 96 തന്നെയാണ്. ഇനി ഡിനോമിനേറ്റേഴ്സിന്റെ HCF ഏതാ? 10. ഇത്രയും കിട്ടി. ഇതിന്റെ LCM എത്രയാ? 9.6 ആണ് അതിന്റെ എന്ത് വരിക? LCM വരിക എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ഡിനോമിനേറ്റേഴ്സിന്റെ HCF ആണ് കേട്ടതാ. HCF ഓഫ് 10 and 100. 2 പ്രാവശ്യം 10 ഉണ്ട്. അപ്പോൾ പ്രാവശ്യം എഴുതിയാൽ മതി. ന്യൂമറേറ്റേഴ്സിന്റെ LCM, ഡിനോമിനേറ്റേഴ്സിന്റെ HCF ആണ് എടുത്തത്. ഇതിന്റെ LCM 96 തന്നെയാണ്. ഇതിന്റെ HCF 10 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. ഇനി അതല്ലെങ്കിൽ നോർമൽ രീതിയിൽ നമ്മൾ ഇത് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് ഇല്ലാണ്ട് കൺസിഡർ ചെയ്യാം. ഇപ്പൊ പോയിന്റ് ഇല്ലാണ്ടാക്കുന്ന വെച്ചാൽ 3നും 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പോൾ 60, 96, 12. എന്നിട്ട് ഇത് സാധാരണ ചെയ്യണ പോലെ. അപ്പൊ ഇതിനെ എന്തുകൊണ്ട് ആണ് ഗുണിച്ചിട്ടുള്ളതെന്ന് ഓർമ്മ വേണം. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തേ? 100 കൊണ്ട് ഗുണിച്ചു പോയിന്റ് ഇല്ലാണ്ടാക്കാൻ.
നമ്പർ എഴുതി സാധാരണ രീതി ചെയ്യണ പോലെ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം, LCM കണ്ടുപിടിക്കണം. 3 നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. ശരിക്കും പ്രൈം നമ്പർ വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യേണ്ട, ശ്രദ്ധിച്ചോളൂ. ഇവിടെ 10, 1, 6, 16, ഇവിടെ 2. ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5, 8, 1 കഴിഞ്ഞു, തീരുമാനമായി. അപ്പൊ 40 × 2 80, 80 × 6 എത്രയാ? 8 × 6 48, 480 കിട്ടും. സാർ കൂടെ ആണോ കിട്ടി? കൊണ്ട് ഇൻഡു ചെയ്യണോ ചെയ്തേ? ഏ ഇവിടെ 60, 96, 12 കിട്ടിയിട്ടില്ലേ? ആ അത് 100 കൊണ്ട് ഇൻഡു ചെയ്യണോ ചെയ്തേക്കണേ? ആ 3 നമ്പേഴ്സിനും 100 കൊണ്ട് ഇൻറ്റു ചെയ്തു. എഴുതിയതിൽ തെറ്റിണ്ടാ? 9.6 × 100. ആ സോറി ഞാൻ എഴുതിയതിൽ തെറ്റിയതാ, കുണിച്ചതിൽ തെറ്റിണ്ട് കേട്ടാ. ആദ്യത്തെ സ്റ്റെപ്പ് 3 നമ്പേഴ്സിനും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. 100 കൊണ്ട് 3 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 0.6 × 100 എന്ന് പറയുമ്പോൾ 60 ആവും. 9.6 × 100 എന്ന് പറയുമ്പോൾ 960 ആണ് ആവുക. 0.12 × 100 എന്ന് പറഞ്ഞാൽ 12 ആയി. എന്നിട്ട് ഇതിന്റെ LCM സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിച്ചു. ഒരു കോമൺ ആയിട്ട് 12 തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ 5, 8, 0, ഇവിടെ 1. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1, 16, 1. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഗുണിച്ചെഴുതി കഴിഞ്ഞാൽ എൻ്റെ എന്താവും? LCM ആവും. ഇത് പെട്ടെന്ന് ചെയ്യുമ്പോൾ 12 × 5 60 ആണ്. 6 × 16 96 ആണ്. 0 ഉണ്ട്. അപ്പോൾ 960 ആണ് അതിൻ്റെ എന്ത് കിട്ടുക? LCM കിട്ടുക. ആദ്യം × 100 ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം LCM കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 9.6 ആണ്. ഈ 9.6 LCM വരെ ആദ്യം നമ്മൾ പോയിന്റ് ഇല്ലാത്ത കേസിൽ കണ്ടു. എന്നിട്ട് പോയിന്റ് അവസാനം ലാസ്റ്റ് സ്റ്റെപ്പിൽ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഈ 2 സ്റ്റെപ്പാണ് നമുക്കുള്ളത്. ഇതിൽ ഏത് രീതിയിൽ ചെയ്താലും ഒരു കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? ആ സാർ. യെസ്. ഇനി ഒരു HCF കൂടി കാണാം, ഫ്രാക്ഷന്റെ ഒരു കേസ്. ഫൈൻഡ് ദി HCF ഓഫ് 36/51 and 3 and 9/17. Find the HCF of 36/51 and 3 and 9/17. മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്തിലേക്ക് മാറ്റാം? പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. എന്നിട്ട് ചെയ്യാം. അപ്പോ 36/51 എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12ഉം 17ഉം വരും. അതിന്റെ ലോവസ്റ്റ് ഫോം. ഇനി 3 and 9/17 എന്ന് പറയുമ്പോൾ 3 × 17 51 + 9 എന്ന് പറയുമ്പോൾ 60/17 ആണ് അതിന്റെ ഫ്രാക്ഷൻ ഫോം. അത് ഓട്ടോമാറ്റിക്കലി ലോവസ്റ്റ് ഫോം ആവും. ഫ്രാക്ഷൻ ഫോം എന്ന് പറയും. ഇംപ്രോപ്പർ ആണ്, വെട്ടി ചെറുതാക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് രണ്ടും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഫ്രാക്ഷൻസിന്റെ HCF കാണാൻ പറഞ്ഞ നമുക്ക് അതിന്റെ ന്യൂമറേറ്റേഴ്സിന്റെ എന്ത് ചെയ്യേണ്ടി വരും? ന്യൂമറേറ്റേഴ്സിന്റെ HCF-ഉം ഡിനോമിനേറ്റേഴ്സിന്റെ എന്താവും ചെയ്യേണ്ടി വരിക? LCM ആവും ചെയ്യേണ്ടി വരും. അപ്പോൾ 12ന്റെയും 60ന്റെയും HCF രണ്ടിലും കോമൺ ആയിട്ട് പോണത് ഏതാ? 60ലും 12ലും 12 തന്നെയല്ലേ? അപ്പോൾ HCF കിട്ടി 12. LCM 17ഉം 17ന്റെ LCM എത്ര തന്നെയാണ്? 17 തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടി. 12/17 ആണ് അതിന്റെ എന്ത് വരിക? ആ ഫ്രാക്ഷന്റെ HCF വരിക. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ എക്സാമിന് വരാൻ സാധ്യതയുള്ളത് അടുത്ത് പറയാൻ പോണ കോൺസെപ്റ്റ് ആണ്. ഒരു 2 നമ്പേഴ്സ് നമ്മൾ വെച്ചിട്ട് ആദ്യം അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തരാം. ഇപ്പൊ 2 നമ്പേഴ്സ് തരാണ്, 2, 4. ഓക്കെ, അതിന്റെ LCM എത്ര, HCF എത്ര? പെട്ടെന്ന് പറയാൻ പറ്റില്ലോ? LCM എത്രയാ വരുന്നത്? 4. 2ന്റെയും 4ന്റെയും LCM 4 വരിക.
വലിയ നമ്പർ എടുത്ത് നോക്കി 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കൽ LCM 4. HCF എത്ര വരുന്നത്? 2. 2. ചെറിയ നമ്പർ നോക്കി 2 4ലും 2 ഡിവിസിബിൾ ആണ്. അപ്പോൾ HCF കിട്ടി 2. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 4 × 2 ചെയ്യുമ്പോഴും ആ 2 നമ്പറുകൾ ഗുണിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താണ്? സെയിം വാല്യൂ അല്ലേ? ആ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനുള്ള അടുത്ത ലോജിക്ക് ഇത്രയേ ഉള്ളൂ. പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് their LCM ആൻഡ് HCF. അവരുടെ LCM-ഉം HCF-ഉം ഗുണിച്ചു കഴിഞ്ഞാൽ ആ 2 നമ്പേഴ്സിന്റെ എന്ത് കിട്ടും? പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ക്വസ്റ്റ്യൻ എഴുതാം ആദ്യം. Product the LCM of two numbers is 2079 and their HCF is 27. If the first number is 189, if the first number is 189, find the second number. The first number is 189, find the second number. ആൻസർ പറയാം. 297. ശരിയാണ്. അപ്പോൾ എന്താണ് ചെയ്തത്? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, LCM ഓഫ് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട് 2079, HCF തന്നിട്ടുണ്ട്, അത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്, സെക്കൻഡ് നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? ഇപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 9 × 3 18 9 2 പ്രാവശ്യം, 9 1 3 27 7 പ്രാവശ്യം. അപ്പൊ ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഉത്തരം കിട്ടി 20 7 2 പ്രാവശ്യം, 67 9 പ്രാവശ്യം, 49 7. അപ്പോൾ സെക്കൻഡ് നമ്പർ നമുക്ക് കിട്ടി 297. പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കാണാറുണ്ട്. അപ്പൊ അതിന് എന്തറിയണം? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് their LCM ആൻഡ് HCF എന്നറിയണം. അപ്പൊ വീണ്ടും അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത് ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ which divides 29, 60 and 113 and 113, leaving remainders 5, 12 and 17 respectively. അപ്പോ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നോക്കിക്കുക ആദ്യം. 29, 60, 113 ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 29നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5, 60നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 12, 113നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 17 വരിക ആണെങ്കിൽ അതുകൊണ്ട് ഈ 3 സാറ്റിസ്ഫൈ ചെയ്യണ ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ HCF ആണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ രീതിയിൽ HCF ആവും കണ്ടുപിടിക്കേണ്ടവര്. ലീസ്റ്റ് നമ്പർ പറയുന്ന കേസിൽ LCM ആവും കണ്ടുപിടിക്കേണ്ടവര്. ഇവിടെ 29നെയും 60നെയും 113 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈനിങ് 5ഉം 12ഉം 17ഉം വരണമെങ്കിൽ അതിൽ 3ലും ഡിവിസിബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ നമ്പർ ആ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞ ഓപ്ഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് ചെയ്യാം. നേരിട്ടിട്ട് ചെയ്യാനുള്ള ഒരു ഫാസ്റ്റ് ട്രിക്ക് ഇത്രയേ ഉള്ളൂ. 29നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിമൈനിങ് 5 വരാൻ സാധ്യതയുള്ളത്? ഉള്ളതിലെ ഏറ്റവും മാക്സിമം നമ്പർ ആണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 5 വരാൻ സാധ്യതയുള്ളത്? 4 അല്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈനിങ് 5 വരും. ഏറ്റവും വലിയ നമ്പർ 29നെ
ഏതൊരു വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ മാക്സിമം പറ്റണത് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന് വരണം. 29നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 1 കൊണ്ടല്ല ഡിവൈഡ് ചെയ്യണ്ടേ, വേറെ ഏതോ നമ്പറിനെ ഒരു പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ബാക്കി ഇത് കുറച്ച് കഴിഞ്ഞാൽ 24 അല്ല, എത്ര വരണമെന്ന് പറഞ്ഞുള്ള ശിഷ്ടം 5 വരണം എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 24 - 5 ചെയ്യാം. 29 - 5 ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 24 കിട്ടും. അപ്പൊ ഈ 24 29നെ 24 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യമാണ് പോവാ, ശിഷ്ടം എത്ര കിട്ടുന്നുണ്ട്? 24 വരും. ശിഷ്ടം എത്ര വരും? 5 കിട്ടും ഇല്ലേ? ആ അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആദ്യം ഫാസ്റ്റിൽ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ 24 കിട്ടി. ഇനി 24 നമുക്ക് നോക്കാം. 60നെ 24 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈനിങ് 12 വരുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. 24 × 2 48 പ്ലസ് 12 ആണ് 60. ശരിയാവുണ്ട്. ഇനി 24 113 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈനിങ് 13 വരുന്നുണ്ടാ. 24 × 4 96 ആണ്. 4 പ്ലസ് 13 17 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടി ഏതാണ് നമ്പർ? 24. ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ കേസ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ശരിയായ അപ്രോച്ച് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ ഈ നമ്പറിലല്ല നമ്മുടെ നമ്പർ അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. ഏതിലാണ്? 29 - 5 കുറച്ചുള്ള നമ്പറിലും 60 - 12 കുറച്ചുള്ള നമ്പറിലും 60 - 12 കുറച്ച് എത്രയാ? 48. സോറി, 60 - 12 കുറച്ച നമ്പറിലും 113 - 17 കുറച്ച നമ്പറിലും നമുക്ക് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ടുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 3 നമ്പേഴ്സിന്റെ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? HCF കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് നമ്മുടെ ഉത്തരം വരിക. HCF ഓഫ് 24, 48 ആൻഡ് 96. കാണുമ്പോൾ തന്നെ അറിയാം 3 നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 24 ഡിവിസിബിൾ ആണ് 48ഉം. 96 നമുക്ക് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 48നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിന്റെ HCF എത്ര തന്നെ വരിക? 24 തന്നെയാണ് വരിക. അപ്പൊ ആ നമ്പർ കിട്ടി. ഏതാ? 24. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ് 29, 60 ആൻഡ് 113 ലിവിംഗ് റിമൈൻഡേഴ്സ് 5, 12 ആൻഡ് 17 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നോർമൽ അപ്രോച്ച് ഇതിന്നൊക്കെ ഈ റിമൈൻഡേഴ്സ് കുറച്ചതിന് ശേഷം അതിന്റെ എന്ത് കണ്ടാൽ മതി? HCF കണ്ടാൽ മതി. അപ്പൊ ഈ 3 നമ്പർ എന്ന് പറയുമ്പോ HCF ആണോ കാണണ്ടേ? നോർമൽ കേസിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ HCF ആണ് കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ. ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്നല്ലേ, ഹൈയസ്റ്റ് വലുത്. ക്ലിയർ അല്ലേ? ഇനി റയർ കേസ് ഉണ്ട്, അല്ലാത്ത കേസും ഉണ്ട്. അത് ഞാൻ നമുക്ക് കാണണേല് ഡിസ്കസ് ചെയ്യണേല് വരുന്നു വിചാരിക്കണം. അതാ ക്വസ്റ്റ്യനിലാണ് വരിക. ഇതിന്റെ ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്ത കേസ് പറഞ്ഞാൽ ഫൈൻഡ് ദി ഹൈയസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് ചിലപ്പോൾ LCMന്റെയും വരും. പക്ഷെ സാധാരണ രീതിയിൽ ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 29, 60 ആൻഡ് 13 ലിവിംഗ് റിമൈൻഡേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ പറയുമ്പോൾ അതിന്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടി വരിക. ഇത് ക്ലിയർ അല്ലേ? യെസ്. വി ഡു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ബെൽസിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. ബെല്ലിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും മുമ്പ്. ക്വസ്റ്റ്യൻ എഴുതിക്കും. 5 bells begin to toll together at intervals 9 seconds, 6 seconds, 4 seconds, 10 seconds and 8 seconds respectively. How many times will they toll together in the span of
1 hour. സ്പാൻ ഓഫ് 1 hour. ഇവരൊരു കണ്ടീഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എക്സ്ക്ലൂഡിങ് ദി ടോൾ അറ്റ് ദി സ്റ്റാർട്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിലും കൂടി എടുക്കേണ്ടി വരും. ഇങ്ങനെ പറയുകയാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോ എക്സ്ക്ലൂഡിങ് ദി ടോൾ അറ്റ് ദി സ്റ്റാർട്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ടോൾ അറ്റ് ദി സ്റ്റാർട്ട് എന്നവർ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാ? 5 ബെല്ലുകളുണ്ട്. അത് റിങ് ചെയ്യുന്ന ഇന്റർവെൽസ് 9 സെക്കൻഡ് കൂടുമ്പോഴാണ് ആദ്യത്തെ ബെല്ല് അടിക്കുക, രണ്ടാമത്തെ ബെല്ല് അടിക്കുക 6 സെക്കൻഡുകൾ കൂടുമ്പോഴാണ്, മൂന്നാമത്തെ ബെല്ല് അടിക്കുക ഓരോ 4 സെക്കൻഡും കൂടുമ്പോഴാണ്, നാലാമത്തെ അടിക്കുക ഓരോ 10 സെക്കൻഡും കൂടുമ്പോഴാണ്, അഞ്ചാമത്തെ ബെല്ലടിക്കുക ഓരോ 8 സെക്കൻഡും കൂടുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിന്റെ ഉള്ളിൽ അവർ എത്ര പ്രാവശ്യം ഒരുമിച്ച് റിങ് ചെയ്യും അല്ലെങ്കിൽ ഒരുമിച്ച് ബെല്ലടിക്കും, ടോൾ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ എന്താവും കണ്ടുപിടിക്കേണ്ടി വരിക? 9ന്റെയും 6ന്റെയും 4ന്റെയും 10ന്റെയും 8ന്റെയും എന്താവും കണ്ടുപിടിക്കേണ്ടി വരിക? LCM ആവും കണ്ടുപിടിക്കേണ്ടി വരിക ആദ്യം. എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് കൂടുമ്പോഴാണ് ഈ ബെല്ലുകളൊക്കെ ഒരുമിച്ച് അടിക്കുക, എത്ര പ്രാവശ്യം ഒരുമിച്ച് അടിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര പ്രാവശ്യം ഒരുമിച്ച് അടിക്കണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ അടിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എത്ര സമയം കൂടുമ്പോഴാണ് ഒരുമിച്ച് അടിക്കുക എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അതിനെന്ത് ചെയ്താൽ മതി? നമ്പേഴ്സിന്റെ ഒക്കെ LCM ആണ് എടുക്കേണ്ടി വരിക. സാർ അപ്പൊ ഇവിടെ എങ്ങനെ മനസ്സിലാവണം LCM ആണെന്ന്? ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ അടുത്ത പ്രാവശ്യം ബെല്ലിന്റെ ക്വസ്റ്റ്യൻ കാണുമ്പോ എന്താ ചെയ്യണ്ടേ? LCM ആണ് എടുക്കണ്ടേ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ 9 സെക്കൻഡ് കൂടുമ്പോ ഒരു ബെല്ല് അടിച്ചു. പിന്നെ ഇനി അപ്പോ 9 സെക്കൻഡില് ആദ്യത്തെ ബെല്ല് അടിച്ചിട്ടുണ്ടാവും, രണ്ടാമത്തെ ബെല്ല് 6 സെക്കൻഡിലല്ല അടിച്ച, മൂന്നാമത്തെ 4 സെക്കൻഡില്, നാലാമത്തെ 10 സെക്കൻഡില്, അഞ്ചാമത്തെ 8 സെക്കൻഡില്. അപ്പൊ ആദ്യത്തെ ബെല്ല് 9ാമത്തെ സെക്കൻഡിൽ അടിച്ചപ്പോ വേറെ ഏതെങ്കിലും ബെല്ല് കൂടെ അടിക്കണ്ട? ഉണ്ടാ? ഇല്ല. അപ്പൊ അടുത്ത അതിന്റെ മൾട്ടിപ്പിൾ നോക്കി 18 സെക്കൻഡിലല്ലേ പിന്നെ അത് അടിക്കുക, അടുത്തത് അടിക്കുക. 9 കഴിഞ്ഞാ പിന്നെ അടുത്ത 9 സെക്കൻഡ് കഴിഞ്ഞിട്ടില്ല അടിക്കുക. അപ്പൊ 18 സെക്കൻഡിൽ അടിക്കുക. 18 സെക്കൻഡിൽ അടിക്കുമ്പോ 6 സെക്കൻഡിൽ അടിക്കുന്ന ബെല്ല് അടിക്കില്ലേ, ഒപ്പം ഉണ്ടാവില്ലേ? 6ന്റെ മൾട്ടിപ്പിൾ ആണ് ഈ പറയണ 18 അല്ലേ? 4 സെക്കൻഡ് അടിക്കുന്ന ബെല്ല് ഉണ്ടാവോ? ഇല്ല. അപ്പോ അതിന് നമുക്ക് മനസ്സിലായി ഒരുമിച്ച് അടിക്കുന്ന സമയം കിട്ടണം എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാതിന്റെയും മൾട്ടിപ്പിൾ വരണം. കോമൺ മൾട്ടിപ്പിൾ വരുന്ന കേസിലാണ് ഒരുമിച്ച് അടിക്കുള്ളൂ എന്ന് മനസ്സിലായി. ഈ കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ് എന്ത് കണ്ടുപിടിക്കാന്ന് പറയുന്നത്? അതിന്റെ LCM കണ്ടുപിടിക്കാന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ അതിന്റെ LCM ഞാൻ അടുത്ത പ്രാവശ്യം പറയുമ്പോ ഞാൻ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ബെല്ലിന്റെ ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കാനുള്ളതാ? LCM കണ്ടുപിടിക്കാനുള്ളതാ. അങ്ങനെ ആലോചിച്ചാലും ഒരു പ്രശ്നവുമില്ല, കാരണം വേറെ വരില്ല. ബെല്ലിന്റെ ക്വസ്റ്റ്യൻ വരണമെങ്കിൽ LCM തന്നെയാണ് കണ്ടുപിടിക്കേണ്ടി വരിക. അതുപോലെ സർക്കുലർ ട്രാക്കിന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ LCM തന്നെയാണ് കണ്ടുപിടിക്കേണ്ടി വരിക, സംശയമില്ല. അങ്ങനെ പഠിച്ചു വെച്ചാലും ഒരു പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ഇതിന്റെ ഒരുമിച്ച് അടിക്കുന്ന സമയമാണല്ലോ നമുക്ക് വേണ്ട, അപ്പൊ അതിന്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പൊ ഇതിന്റെ 5 നമ്പേഴ്സിന്റെ LCM എന്ന് പറയുമ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ വേറെ ഉണ്ടെങ്കിൽ പിന്നെ അത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 4ന്റെ മൾട്ടിപ്പിൾ 8 ഇല്ലേ? ഇല്ലേ? അപ്പോ LCM ഫൈൻഡ് ചെയ്യുമ്പോൾ 4 എടുത്തില്ലെങ്കിലും ഉത്തരം മാറില്ലേ നമ്മുടെ? ബാക്കി 9ന്റെയും 6ന്റെയും 10ന്റെയും 8ന്റെയും LCM എടുത്താൽ മതി. കാരണം 8ന്റെ എടുത്ത ആൾക്ക് LCM എടുക്കുമ്പോൾ വരുന്ന ഉത്തരം ഓട്ടോമാറ്റിക്കലി അത് 8 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ 8 പോണ ഡിവിസിബിൾ ആവണ നമ്പർ ഓട്ടോമാറ്റിക്കലും 4 ഡിവിസിബിൾ ആയിരിക്കും. അപ്പൊ അത് വേറെ നമ്മൾ എടുത്ത് സമയം കളയേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇതിന്റെ LCM എടുക്കാണ്. ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3, 2, 5, 4. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2, 3, 1, 5, 2. ഓക്കെ, കഴിഞ്ഞു. ഇനി വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് LCM കിട്ടി. 6 × 3 18 × 10 150 സെക്കൻഡിലാണ് ഇവർ ഒരുമിച്ച് അടിക്കുക എന്നുള്ളത് നമുക്ക് കിട്ടി. ഓരോ 150 സെക്കൻഡ് കൂടുമ്പോഴും ഈ ബെല്ലുകളൊക്കെ എന്തുണ്ടാവും? ഒരുമിച്ച് റിങ് ചെയ്യും. ഓരോ 150 സെക്കൻഡും. നമുക്കറിയാം 150 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 150 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 2 മിനിറ്റ്. 2 സെക്കൻഡിനെ മിനിറ്റിൽ കൺവേർട്ട് ചെയ്യാൻ by 60 ആണ് ചെയ്യുക. അപ്പൊ 0 വെട്ടിപ്പോയി, നമുക്ക് കിട്ടി എത്ര മിനിറ്റാ? 3 മിനിറ്റ്. 3 മിനിറ്റ്. ഇനി നമുക്കറിയാം
1 മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? ഇനി 1 അവർ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ഇല്ലേ? 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് അല്ലേ? അപ്പൊ 60 മിനിറ്റിൽ എത്ര 3 മിനിറ്റ് ഉണ്ടാവും? ഓരോ മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ അവർ ഒരുമിച്ച് അടിക്കും. പറയുമ്പോ 60 മിനിറ്റിൽ എത്ര 3 മിനിറ്റ് ഉണ്ട്? 20 എണ്ണം പോവില്ലേ? 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 20 പ്രാവശ്യം അല്ലെങ്കിൽ 20 3 മിനിറ്റ് ഉണ്ട് 60 എന്ന് പറഞ്ഞാൽ 3 മിനിറ്റിലെ ആദ്യത്തെ അടിച്ചു, അടുത്തത് 3 മിനിറ്റ് കൂടുമ്പോൾ വീണ്ടും എല്ലാവരും ഒരുമിച്ച് അടിച്ചു, പിന്നെ 3 മിനിറ്റ് കഴിയുമ്പോൾ 9 മിനിറ്റിൽ എല്ലാവരും കൂടുതൽ അടിച്ചു, പിന്നെ വീണ്ടും 12 മിനിറ്റിൽ എല്ലാം കൂടി അടിച്ചു, പിന്നെ 15 മിനിറ്റിൽ എല്ലാവരും ഒരുമിച്ച് അടിച്ചു, 18 മിനിറ്റിൽ അടിച്ചു, അങ്ങനെ 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 54 മിനിറ്റിൽ അടിച്ചു, 57 മിനിറ്റിൽ അടിച്ചു, 60 മിനിറ്റിൽ അടിച്ചു. അങ്ങനെ 1 മണിക്കൂറിൽ എത്ര പ്രാവശ്യം ഒരുമിച്ച് അടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 60 ഡിവൈഡഡ് ബൈ 3, കോമൺ ഡിഫറൻസ് 3 അല്ല വരണേ, ഓരോ 3 മിനിറ്റിൽ അടിക്കണേ, ബൈ ചെയ്ത് കഴിഞ്ഞാൽ 20 പ്രാവശ്യം 1 മണിക്കൂറിൽ ഈ ബെൽസ് ഒക്കെ കൂടി ഒരുമിച്ച് അടിക്കും എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇവിടെ ക്വസ്റ്റ്യനിലെ എക്സ്ക്ലൂഡിങ് ദി ടോൾ അറ്റ് ദി സ്റ്റാർട്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ 20 തന്നെയാണ് നമ്മുടെ ഉത്തരം വരിക. പിങ്കേഴ്സ് ക്വസ്റ്റ്യനിൽ അവരത് മെൻഷൻ ചെയ്തിട്ടില്ല. എക്സ്ക്ലൂഡിങ് ദി ടോൾ അറ്റ് ദി സ്റ്റാർട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ 0 ഒരു സമയത്തിൽ അവർ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരുമിച്ച് അടിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് തുടങ്ങിയാലാണ് ആ ഗ്യാപ്പ് 3 മിനിറ്റില്, പിന്നെ 6 മിനിറ്റില്, പിന്നെ 9 മിനിറ്റില് അങ്ങനെ അടിച്ചു പോവുക. അപ്പൊ അതും കൂടി ആ 0-ല് ഒരുമിച്ച് അടിക്കുന്നതും കൂടി നമ്മൾ കൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 20 + 1 21 പ്രാവശ്യം 1 മണിക്കൂറിൽ ഒരുമിച്ച് അടിക്കും എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. എന്താ അവിടെ ക്വസ്റ്റ്യനിൽ ഇല്ലായിരുന്നെങ്കിൽ? എക്സ്ക്ലൂഡിങ് ദി ടോൾ അറ്റ് ദി സ്റ്റാർട്ട് എന്ന് ക്വസ്റ്റ്യനിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വരിക? അവിടെ ക്വസ്റ്റ്യനിൽ അവർ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, എന്ത്? എക്സ്ക്ലൂഡിങ് ദി ടോൾ അറ്റ് ദി സ്റ്റാർട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സ്റ്റാർട്ടിങ്ങിലെ 0 നമ്മൾ ഒഴിവാക്കി, ബാക്കി കണ്ടീഷൻ എത്ര എണ്ണമാണ് വരുന്നത്? 20 പ്രാവശ്യമാണ് 1 മണിക്കൂറിൽ വരിക എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. ഇൻ കേസ് എക്സ്ക്ലൂഡിങ് ദി റിങ് അല്ലെങ്കിൽ റിങ് അറ്റ് ഈ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ, എക്സ്ക്ലൂഡിങ് ദി ടോൾ അറ്റ് ദി സ്റ്റാർട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉത്തരം 21 ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളാം. സാധാരണ അങ്ങനെയാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ, കാരണം തെറ്റിക്കില്ല. അപ്പോൾ 0 ആദ്യത്തെ 0 ഉള്ളത് നമ്മൾ എടുക്കില്ല. അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്ക്ലൂഡിങ് ദി ടോൾ അറ്റ് ദി സ്റ്റാർട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം ആദ്യത്തെ 0 കൊണ്ട് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട, 20 തന്നെയാണ് നമ്മുടെ ഉത്തരം വരിക. ചെയ്തത് മനസ്സിലായിട്ടുണ്ടോ? സർ. വീണ്ടും ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. LCM of two numbers. LCM of two numbers. LCM of two numbers is 48. The numbers are in the ratio. Numbers are in the ratio 2:3. Find the sum of the numbers. Find the sum of the numbers. Find the sum of the numbers. ഉള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ LCM of two numbers 48 തന്നിട്ടുണ്ട്. നമ്പേഴ്സ് ആർ ഇൻ ദി റേഷ്യോ 2:3. നമ്പേഴ്സിന്റെ റേഷ്യോ തന്നിട്ട് 2:3 എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ LCM 48 തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം നമ്പേഴ്സ് 2:3 റേഷ്യോയിലാണെങ്കിൽ നമ്പേഴ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് എടുക്കാം? ആദ്യത്തെ നമ്പർ 2x എന്ന് എടുക്കാം, രണ്ടാമത്തെ നമ്പർ 3x എന്ന് എടുക്കാം. എടുത്തുകൊണ്ട് പ്രശ്നം ഉണ്ടാ? ഇല്ല. ഇപ്പൊ ഇതിന്റെ കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും അതിന്റെ എന്ത് വരിക? HCF. അപ്പൊ HCF എന്തെന്ന് എടുക്കാം? 2x-ന്റെയും 3x-ന്റെ HCF എന്തായിരിക്കും? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താ? x അല്ലേ? അപ്പൊ HCF നമുക്ക് കിട്ടി. അതിന്റെ LCM തന്നിട്ടുണ്ട്, എത്രയാ? 48. അപ്പൊ നമുക്ക് മുമ്പ് പഠിച്ച ഫോർമുലയിലേക്ക് ആയില്ലേ? LCM of two numbers, LCM into HCF equal to LCM into HCF of product of two numbers എന്നുള്ളത് നമുക്ക് വെച്ചിട്ട് ചെയ്യാം. ചെയ്തിട്ട് ആൻസർ പറഞ്ഞ LCM into HCF. അപ്പൊ 48x equal to product of two numbers, 2x-ഉം 3x-ഉം ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 6x² എന്ന് കിട്ടും. അപ്പൊ എക്സ് ഇത് വെട്ടി, ഇതിലൊരു എക്സും വെട്ടിപ്പോയി. 6 48-ല് 8 പ്രാവശ്യം പോവും. അപ്പൊ എക്സ് കിട്ടി എത്രയാ? 8.
നമുക്ക് ചോദിച്ചിട്ടുള്ളത് അതിന്റെ സം ആണ്. അപ്പൊ നമുക്ക് 2x-ഉം 3x-ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക? അതിന്റെ സം ആണ് ചോദിച്ചേക്കണേ. 5x ആണ്. അപ്പോ 5x × 5 × 8 എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 40. ശരിയാണ്. അല്ലെങ്കിൽ ഓരോന്ന് കണ്ടിട്ട് കൂട്ടിയാലും മതി. 2 × 8 16, 3 × 8 24, 16 24 കൂട്ടിയാലും നമുക്ക് 40 കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ചെയ്യാണ് നല്ലത്. സം അല്ല ചോദിച്ചേക്കണേ. 2x-ഉം 3x-ഉം കൂട്ടിയാ 5x, x 8 അറിയാം. 5 × 8 40 നമ്മുടെ സം ഓഫ് 2 നമ്പേഴ്സ് ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനും നമുക്ക് എക്സാമിന് വരാം. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾജേഴ്സിനെ നിർത്തുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സ്കൂളിലെ സ്റ്റുഡൻസിനെ വരിയിൽ നിർത്തുന്ന കേസ്. ഇപ്പൊ എഴുതിക്കോ. ഇൻ എ സ്കൂൾ all the students can stand in a row so that each row has 5, 9 or 10 students. Find the least number of students in this school. Find the least number of students. Find the least number of students in this school. Find the least number of students in this school. ഒരു സ്കൂളിലെ സ്റ്റുഡൻസിനെ നമുക്ക് 5 വരിയായിട്ട് 5 സ്റ്റുഡൻസ് ഓരോ വരിയിലുള്ള രീതിയിൽ നമുക്ക് നിർത്താൻ പറ്റും. അല്ലെങ്കിൽ 9 പേര് ഒരേ വരിയിൽ വെച്ചിട്ട് ഉള്ള വരിയായിട്ട് നിർത്താൻ പറ്റും. അല്ലെങ്കിൽ 10 പേര് ഒരേ വരിയിൽ വെച്ച് നിർത്താണെങ്കിലും വരിയിൽ നിർത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ ബാക്കി ആരും വരുന്നില്ല. അങ്ങനെ ഈ 5 പേര് ഒരു വരിയിൽ, 9 പേര് ഒരു വരിയിൽ, 10 പേര് വരിയിൽ നിർത്താം. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ വേണ്ട മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അറിയണം. ആ മൂന്നിന്റെയും LCM എടുത്താൽ മതി. LCM ഓഫ് 5, 9 and 10 എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും മിനിമം. അത്രയും പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 5 പേരുടെ വരെയായിട്ട് നിർത്താം, 9 പേരുടെ വരെയായിട്ട് നിർത്താം, 10 പേരുടെ വരെയായി നിർത്താം. പിന്നെ LCM എന്താ? ആദ്യം നോക്കി 0 വരണം. 0 വരുന്ന മൾട്ടിപ്പിൾ 9ന്റെ കേസ്. അതിൽ വലിയ നമ്പർ നോക്കുക. 0 ഇല്ലാത്ത വലിയ നമ്പർ 9 ആണ്. 9ന്റെ 0 വരുന്ന മൾട്ടിപ്പിൾ ഏതാ? 90 അല്ലേ? അല്ലെങ്കിൽ സാധാരണ രീതിയിൽ LCM കാണാൻ 90 കിട്ടും. 90 പേരാണ് ഉള്ളതെന്ന് വെച്ചാൽ, ആകെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 5 പേരായിട്ട് നിർത്തിക്കൂടെ? അങ്ങനെയാണെങ്കിൽ 16 വരി ഉണ്ടാവും. വരിയുടെ എണ്ണം അവർ പറഞ്ഞിട്ടില്ലേ, വരിയായിട്ട് നിർത്താൻ പറ്റിയാൽ മതി. 9 പേര് വെച്ചിട്ടാണെങ്കിൽ 10 വരി ഉണ്ടാവും. 10 പേര് വെച്ചിട്ട് 9 ആണെങ്കിൽ 9 വരി ഉണ്ടാവും. കാരണം 90 സ്റ്റുഡൻസ് എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വരിയിലായിട്ട് നിർത്താൻ പറ്റും മിനിമം. അല്ലെങ്കിൽ പിന്നെ ഈ 90ന്റെ മൾട്ടിപ്പിളിന്റെ കേസിലൊക്കെ പറ്റും. 150 പേരായ പറ്റും, 270 പേരാണ് ഉണ്ടെങ്കിൽ പറ്റും, 360 പേരുണ്ടെങ്കിൽ പറ്റും. അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഏറ്റവും കുറവ് സ്റ്റുഡൻസിന്റെ എണ്ണമാണ് ചോദിച്ചേക്കണേ. അപ്പൊ എത്ര വരിക? 90 വരിക. അപ്പൊ അതിന് ചെയ്യേണ്ടത് എന്താ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത് എന്താ? അതിന്റെ LCM എടുക്കുകയാണ് വേണ്ടത് എന്നുള്ളത് അറിയണം. അപ്പൊ അതിന് ഒരു പ്രാവശ്യം നമ്മളെങ്കിൽ ചെയ്ത് പഠിക്കണം, എന്നാലാണ് നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്തത്. സംഭവം ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. യെസ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യനും ചിലപ്പോ എക്സാമിന് കാണാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് number of 3-digit, greatest number of 3-digit, which when divided by 6, 9 and 12 leaves 3 as remainder in each case. അപ്പോ 6 കൊണ്ടും 9 കൊണ്ടും 12 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ 3-digit നമ്പർ ഏത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നമുക്ക് ആ 3-digit നമ്പറിനെ 6 കൊണ്ടും 9 കൊണ്ടും 12 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം?
3 വരണം. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പേഴ്സിന്റെ LCM എടുക്കുക. LCM ഓഫ് 6, 9 and 12. അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടി 12 9 പൂല്യ 24 നോക്കി 9 പൂല്യ 36. LCM കിട്ടി 36 ആണ്. അല്ലെങ്കിൽ വെട്ടി ചെറുതാക്കിയിട്ട് വെട്ടിയാലും കിട്ടും, LCM കിട്ടും. എങ്ങനെ ചെയ്യാം? 6, 9, 12 സാധാരണ രീതി അറിയാം, അതുകൊണ്ട് ഞാൻ സമയം കളയാണ്ടാണ് വേഗം പറഞ്ഞു പോണേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, വീണ്ടും 2 വരും, 1, 3, 2. ഇപ്പൊ 6 × 6 കിട്ടി, 36 LCM കിട്ടി. LCM കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോ 36ന്റെ മൾട്ടിപ്പിളിലും ഈ പറയുന്ന 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഓരോ 36ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ പക്ഷെ നമുക്ക് വേണ്ടത് ചെറിയ നമ്പർ അല്ല വേണ്ട, ഏതാ? ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പറാ. അപ്പൊ ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ നമുക്കറിയാം, ഏതാ? 999 അല്ലേ? ഇതിന്റെ അടുത്തുള്ള 36ന്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. 999ന്റെ അടുത്തുള്ള 36ന്റെ മൾട്ടിപ്പിൾ. അതിനെന്ത് ചെയ്യാ? നേരിട്ട് ഡിവൈഡ് ചെയ്യുക. 99 36 2 പ്രാവശ്യം 72. ബാലൻസ് എത്ര വരും? 7, 2. 279 36 എത്ര പ്രാവശ്യം പോകാൻ സാധ്യതയുണ്ട്? 7 പ്രാവശ്യം പോകാൻ സാധ്യതയുണ്ട് അല്ലേ? 7 പ്രാവശ്യം പോകാൻ സാധ്യതയുണ്ട്. 7 × 6 42, ബാലൻസ് 4, 21 4 25. ബാലൻസ് എത്ര വരുന്നുണ്ട്? 27 വരുന്നുണ്ട് ബാലൻസ് ആയിട്ട്. അപ്പോ 999 27 കുറച്ചാൽ അതിന്റെ അർത്ഥം 999 27 കുറച്ച്, അങ്ങനെ ലാസ്റ്റ് കിട്ടുന്ന ശിഷ്ടമാണ് കേട്ടോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 27 കുറച്ച് ഇതിന്റെ മൾട്ടിപ്പിൾ ആവും, 36ന്റെ മൾട്ടിപ്പിൾ ആവും. അപ്പൊ 999 മൈനസ് 27. അപ്പോ 2, 7, 9. 972 6 കൊണ്ടും 9 കൊണ്ടും 12 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ. ഇൻ കേസ് ക്വസ്റ്റ്യനില് 3 as റിമൈൻഡർ ഇൻ ഈച്ച് കേസിന് ഇല്ലായിരുന്നെങ്കിൽ 6 കൊണ്ടും 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണ ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളതെന്ന് വെച്ചാൽ ഇത്ര ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഒരു കേസും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇത് 6 കൊണ്ടും 9 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 3 ശിഷ്ടം കിട്ടണം. പക്ഷെ ഈ 972 നമുക്ക് 6 കൊണ്ടും 9 കൊണ്ടും 12 കൊണ്ടും ഹരിച്ച ശിഷ്ടം ഒന്നും വരില്ല. പക്ഷെ ശിഷ്ടം 3 വരണമെന്ന് വെച്ചാൽ അതിൽ കൂടെ എന്ത് കൂട്ടണം? 3 കൂട്ടണം. 3 കൂട്ടിയേ കിട്ടണ 975 ആണ് നമ്മുടെ ഉത്തരം. 975നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടും, 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടും, 12 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 3 കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ 975 ആണ് വരിക. ഇത് മനസ്സിലായിട്ടുണ്ടാ? ക്ലിയർ ആണ് സർ. യെസ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. അപ്പൊ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം, വർക്കൗട്ട് ചെയ്യാൻ ചെയ്ത് നോക്കിയാൽ മതി. കിട്ടണില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദി ഗ്രേറ്റസ്റ്റ് 4-digit number? What is the greatest 4-digit number? Which one divided by 10, 15, 21 and 28 leaves remainder 4, 9, 15 and 22 respectively. വേറെ റിമൈൻഡേഴ്സ് ആണ് കിട്ടുന്നത്. ഇങ്ങനെ വേറെ റിമൈൻഡേഴ്സ് കിട്ടുന്ന ഏറ്റവും വലിയ 4-digit നമ്പർ ഏത്? പക്ഷെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് നോക്കിയേ, ഡിവൈഡ് ചെയ്യുന്ന നമ്പറും റിമൈൻഡറും തമ്മിലുള്ള ഗ്യാപ്പ് സെയിം ആയിരിക്കും. 10 - 4 6, 15 - 9 6, 21 - 15 6, അപ്പൊ 28 - 22 6. അതാണ് നമ്മുടെ ഹിന്റ്. അപ്പൊ നമ്മൾ അതിന്റെ LCM കണ്ടുപിടിക്കുക സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ LCM ഓഫ് 10, 15, 21, 28 ചെയ്യുക. അത് ശേഷം നമുക്ക് LCM കിട്ടും. അതിനുശേഷം അത് ഏറ്റവും വലിയ 4-digit നമ്പർ ഏതാന്ന് നോക്കുക. എന്ന് പറയുമ്പോൾ 9999ന്റെ അടുത്തുള്ള ഈ LCMന്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം.
ലാസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്, നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ കോമൺ ആയിട്ട് സെയിം റിമൈൻഡർ ആയിരുന്നു വന്നത്, പക്ഷെ ഇവിടെ ഡിഫറെന്റ് റിമൈൻഡേഴ്സ് ആണ്, പക്ഷെ ഗ്യാപ്പ് സെയിം ആണ്. അപ്പോൾ കുറയ്ക്കുകയാണ് വേണ്ടത്. ലാസ്റ്റ് സ്റ്റെപ്പിൽ ആ നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം ആ നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കേണ്ടി വരും? ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ ഇതിന്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചതിന് ശേഷം ആ നമ്പറിൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിമൈൻഡേഴ്സ് ഈ നമ്പർ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? റിമൈൻഡേഴ്സ് 4ഉം 9ഉം 15ഉം 22ഉം കിട്ടും. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിന്റെ ഒരു കോമൺ ലോജിക്ക് കാണിച്ചു തരാം. ഇപ്പൊ 10നെയും 15നെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇപ്പോൾ ശിഷ്ടം നമുക്ക് വരുന്നില്ല അല്ലേ? അപ്പോൾ കുറച്ചുകൂടി വലിയ നമ്പർ പറയേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തോ, അല്ലെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചു. ഓക്കെ, 7 കൊണ്ട് ഉള്ള കേസ് പറയാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് 10നെയും 15നെയും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 3ഉം 15ന്റെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1ഉം ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനില് അപ്പൊ ഇതില് കോൺസ്റ്റന്റ് നമ്പർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ രീതിയിൽ ആലോചിച്ചാൽ പറ്റില്ല. അപ്പൊ ഞാൻ 35 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു, അതിനെ വെച്ചിട്ട് പറയാം. 35 എന്ന് പറയണ 36 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു. 36നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വന്നു. ഓക്കെ, 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 വന്നു. പക്ഷെ ഗ്യാപ്പ് ഒരേപോലെയാണ് വരണേ, 6ഉം ഇവിടെ 4ആണ്. ഇപ്പൊ പറ്റില്ല. ആ ഗ്യാപ്പ് ഒരേപോലെ വരുന്ന കേസുകളിലാണ് നമുക്ക് ഈ പറഞ്ഞ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. എന്ത് ചെയ്താൽ മതി? ആ ഗ്യാപ്പ് അത് അങ്ങനത്തെ നമ്പർ തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ അത് എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല വേറെ നമ്പേഴ്സ്. ഇപ്പൊ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ? നമ്പറും റിമൈൻഡറും തമ്മിലുള്ള ഗ്യാപ്പ് സെയിം അല്ലേ നോക്കുക. അങ്ങനത്തെ വരുന്ന കേസിൽ ലാസ്റ്റിന് കോമൺ മൾട്ടിപ്പിൾ ഉള്ള നമ്പർ 4 ഡിജിറ്റ് ഏറ്റവും വലുത് കണ്ടുപിടിച്ചതിന് ശേഷം 6 മൈനസ് ചെയ്താലാണ് നമുക്ക് ആൻസർ കിട്ടുക. നോക്കിയാൽ മതി. അപ്പൊ ശരി, താങ്ക് യു. ഇത് ഹോംവർക്ക് ചെയ്യുക.